നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. കേരളത്തിൽ സ്പിരിറ്റ് കമ്പനി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്നവർ ആരാണ്? അവർക്ക് സ്പിരിറ്റ് കമ്പനി പേടി എന്തുകൊണ്ടാണ്? അഴിമതി എന്ന് പറഞ്ഞു തുടങ്ങിയവർ ആ വാക്കിപ്പോൾ മിണ്ടുന്നുണ്ടോ? ടെൻഡർ എവിടെ എന്ന് ചോദിച്ചവർ ആരാണെന്നാണ് അവർ തന്നെ ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നത്. ജലചൂഷണം എന്ന് പറഞ്ഞു വന്നവർക്ക് മുൻപാകെ കണക്ക് നിരത്തി വച്ചപ്പോൾ ആരോപണങ്ങളുടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് പ്രതിപക്ഷം. ഇതാ രേഖ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് നൽകിയത് 2 ആഴ്ച മുൻപ് സർക്കാർ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ക്യാബിനറ്റ് നോട്ട്. അത് ചീറ്റിയപ്പോൾ പുതിയ കള്ളങ്ങൾ കൊണ്ട് കവിത രചിക്കാൻ നോക്കി. കുടിക്കാൻ യോഗ്യമായ വെള്ളം സ്പിരിറ്റ് കമ്പനി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് പുതിയ അന്വേഷണം. ഒന്ന് പൊളിയുമ്പോൾ പുതിയ വാദവുമായി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും വരുന്നത് ആർക്കു വേണ്ടിയാണ്? കേരളത്തിൽ സ്പിരിറ്റ് കമ്പനി തുടങ്ങിയാൽ അതിൻ്റെ നഷ്ടം ആർക്കാണ്? കർണാടകത്തിലെ ഡിസ്റ്റിലറി ഉടമയായ കോൺഗ്രസ് മന്ത്രിയുടെയും മഹാരാഷ്ട്രയിലെ BJP നേതാവിൻ്റെയും കച്ചവടം പൂട്ടുന്നതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇത്ര ബുദ്ധിമുട്ടെന്തിന്? കേരളത്തിൻ്റെ നികുതി വരുമാനവും തൊഴിൽ സാധ്യതകളും വൻതോതിൽ വർദ്ധിക്കുന്ന വികസന കുതിപ്പിനെ തടയിടുന്ന നേതാക്കൾക്ക് കേവല രാഷ്ട്രീയ ലാഭത്തിനപ്പുറം എന്ത് കേരള സ്നേഹമാണുള്ളത് എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നത് CPIM നേതാവ് TM ശശി, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം TM ശശിയിലേക്കാണ് പോകുന്നത്. TM ശശി, കോൺഗ്രസ് ഈ ദിവസങ്ങളിലൊക്കെ ഈ എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസനീയമാണോ? അവരുടെ സ്പിരിറ്റ് കമ്പനി പേടി എന്തുകൊണ്ടാണ്? TM ശശിയിലേക്ക് വരാം. നിജേഷ് അരവിന്ദ്, താങ്കൾ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കളിലേക്ക് വരാം. കേൾക്കാമോ നിജേഷ്? കേൾക്കാം. ഓക്കെ. ഇപ്പോൾ പ്രതിപക്ഷം ടെൻഡറിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ തെലങ്കാനയിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത്. ഇനി ഇന്നെന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും പുതുതായി കണ്ടില്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയെക്കുറിച്ച്. ഈ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയെക്കുറിച്ച് ക്ലച്ച് പിടിക്കാത്ത ആരോപണങ്ങൾ എന്നാണല്ലോ സർക്കാർ പക്ഷം പറയുന്നത്. സ്പിരിറ്റ് കമ്പനി പേടി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്? ഞാൻ സർക്കാർ പക്ഷം എന്നുള്ളതൊന്ന് തിരുത്തി CPM പക്ഷം എന്ന് മാറ്റുന്നത് നല്ലതാണ്. കഴിഞ്ഞ 2 ദിവസമായി CPIയും RJDയും ഒക്കെ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടത് സർക്കാർ പക്ഷമല്ല, ഇപ്പോൾ അത് CPM പക്ഷമാണ്, അഥവാ MB രാജേഷ് പിണറായി പക്ഷമാണ്. എലപ്പുള്ളിയിലെ ഇപ്പോൾ സ്പിരിറ്റ് കമ്പനിയോടുള്ള വല്ലാത്ത സ്നേഹം, പ്രേമം ഒക്കെ സ്വാഭാവികമായ സംശയങ്ങൾക്കാണ് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ആദ്യം പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. എങ്ങനെയാണ് OSIS കമ്പനി ഇങ്ങോട്ട് വന്നത്? എന്തായിരുന്നു കവിത ഇവിടെ വന്നപ്പോഴുള്ള? ഇടക്കാലത്ത് പിണറായി വിജയൻ അങ്ങോട്ട് പോയിരുന്നു, ചന്ദ്രശേഖർ റാവുവിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു, പുതിയ മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. കവിത 2 തവണ ഇവിടെ വന്നിരുന്നു. OSIS കമ്പനി നേരത്തെ പല മദ്യ കച്ചവട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നായിരുന്നു. എന്തുകൊണ്ട് OSIS മാത്രം ഇങ്ങോട്ട് വന്നു? തുടങ്ങിയ സംശയങ്ങൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല. പിന്നെ നിങ്ങൾക്ക് പലവട്ടം പറഞ്ഞ് ഞങ്ങൾ പുറകോട്ട് പോയി, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് പ്രചരിപ്പിക്കുന്നതിനോടൊന്നും അല്ല, അതൊരു വെറും പ്രചരണമാണോ നിജേഷ് അരവിന്ദ്? അതായത് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിടത്ത് തന്നെ നിൽക്കുന്നു എന്നാണെങ്കിൽ, നിങ്ങൾ ടെൻഡറിനെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞതാണ്, അതാണ് ഈ എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയുമായി നിങ്ങളുടെ ആദ്യ പ്രതികരണമായി കണ്ടത്. അവിടെ നിങ്ങളിപ്പോൾ നിൽക്കുന്നില്ല. നിങ്ങളിപ്പോൾ തുടക്കം തൊട്ട് പറയുന്നതാണ് ഇപ്പോൾ നിൽക്കുന്ന വാദമെങ്കിൽ, ഈ കവിതയെക്കുറിച്ച് നിങ്ങൾ ഇന്നലെയാണ് പറയുന്നത്. അതിനു മുമ്പ് ഒരു ദിവസവും നിങ്ങൾ പറഞ്ഞതായി കേട്ടില്ല. തുടക്കമെന്ന് ഉദ്ദേശിച്ചത് ഇന്നലെ രാവിലെയാണോ? അതാണോ ഇന്നലത്തെ തുടക്കമാണോ? അല്ല, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ
വ്യത്യസ്തമായ ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ശ്രമം നടത്തും. ആ ഇൻഫർമേഷൻസ് പല ആളുകൾ നമ്മൾക്ക് എത്തിച്ചു തരും. ആ എത്തിച്ചു തരുന്നതിൽ ഇന്നലെയാണ് കവിതയെ പറ്റിയും അതിന്റെ പിറകുവശത്തെ പറ്റിയുമുള്ള അറിവ് കിട്ടിയത്. ആ അറിവ് ഞങ്ങൾ പങ്കുവച്ചു. പിന്നെ നേരത്തെ നിങ്ങൾ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു മന്ത്രിസഭ നോട്ടിനെ പറ്റി. കഴിഞ്ഞ 16-ാം തീയതി തന്നെ പബ്ലിക് ഡോക്യുമെന്റ് ആണ്, അതാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് എന്ന് പറഞ്ഞു. എവിടെയെങ്കിലും നമ്മൾ ആ പബ്ലിക് ഡോക്യുമെന്റ് ഏതെങ്കിലും ചാനലുകൾക്കകത്ത് പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല. മറ്റു വകുപ്പുകളുമായി ഇത് ചർച്ച ചെയ്തിട്ടില്ല എന്ന സർക്കാർ രേഖ മുന്നോട്ട് വെച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. എന്തിനാണ് ഒരു സർക്കാർ രേഖയിൽ ഈ കമ്പനിയെ ഇത്രയേറെ വെള്ളപൂശുന്നത് എന്നതിന് അഭിപ്രായം വന്നിട്ടില്ല. വെള്ളത്തിന്റെ അല്ല, കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ പ്രതിപക്ഷ കിടക്കുന്നു. നേതാവും എപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ഇത് ചാനലുകളിൽ വരാൻ കാത്തിരിക്കുകയായിരുന്നോ? ഇവർ നിയമസഭയിലെ അംഗങ്ങളല്ലേ? ഇവർക്ക് അറിയില്ലേ ഈ ക്യാബിനറ്റ് നോട്ട് വന്ന അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച് ജനങ്ങളോട് പറയണം എന്നൊരു തോന്നൽ ഉണ്ടാകണ്ടേ? അതിനി മാധ്യമങ്ങൾക്കുണ്ടാകാത്തത് ഇതാരും കാണാത്തത് കൊണ്ട് എന്നാണെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇതിലൊരു വലിയ പ്രശ്നമായി തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അവരെല്ലാ ദിവസവും ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ ഈ നോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അരിച്ചു പറക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. എനിക്കറിയാവുന്ന കാര്യമാണത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ കാര്യമൊന്നും കാണാത്തതുകൊണ്ടാണ് അവരത് വാർത്തയാക്കാത്തത്. പ്രതിപക്ഷ നേതാവ് ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിച്ചത്. അന്ന് ആദ്യമായി കിട്ടിയ വാർത്ത എന്ന നിലയിൽ തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലും അതുതന്നെയാണ്. ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയി ചർച്ച ചെയ്യപ്പെട്ടു എന്ന് ഒരു മാധ്യമവും പറഞ്ഞില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് 16 ദിവസങ്ങൾക്ക് മുമ്പ് വെബ്സൈറ്റിൽ കണ്ട സാധനത്തെ നാളെ ഇതാ ഒരു പുതിയ രേഖ പുറത്തുവിടാൻ പോകുന്നു എന്ന രീതിയിൽ അതിനെ അവതരിപ്പിച്ച് പുറത്തേക്ക് വിട്ടത് ഒരു കാര്യം. അതേപോലെ മാധ്യമങ്ങളും അതുപോലെ അഭിനയിക്കുകയായിരുന്നു എന്നാണോ നിജേഷ് പറയുന്നത്? അല്ല, ഈ ക്യാബിനറ്റ് നോട്ടിനകത്തുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞങ്ങൾ അടിവരയിട്ട് പറഞ്ഞത്. അതിൽ ഒന്നാമത്തത്, മറ്റു വകുപ്പുകളുമായി ഇത് ചർച്ച ചെയ്തിട്ടില്ല. ധനവകുപ്പുമായിട്ടോ ജലവിഭവ വകുപ്പുമായിട്ടോ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ടോ ഒന്നും ഇത് ചർച്ച ചെയ്തിട്ടില്ല. രണ്ടാമത്, OIC നിങ്ങൾ അതിന്റെ നോട്ട് കയ്യിലുണ്ടെങ്കിൽ നോക്കുക. അല്ല നിജേഷ് പറയൂ, നമ്മുടെ ചർച്ചയാണല്ലോ. എന്ത് ചർച്ച ചെയ്തില്ല എന്നാണ്? മറ്റു വകുപ്പുകളുമായി ഈ പ്രാഥമിക അനുമതി കൊടുക്കുന്ന സമയത്ത് എന്ത് ചർച്ച ചെയ്തില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്? കോൺഗ്രസ് അല്ല മന്ത്രിസഭാ നോട്ടിനകത്ത്, ക്യാബിനറ്റ് നോട്ടിനകത്ത് ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി മറ്റു വകുപ്പുകളുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം ഞാൻ വായിച്ചത്. നിങ്ങൾ പറഞ്ഞ പബ്ലിക് ഡോക്യുമെന്റിലും ഉള്ളത്. അതെ, അതെന്തിനാണ് എന്നാണ് ഞാൻ ചോദ്യം. എന്തിനാണ് അങ്ങനെ മറ്റു വകുപ്പുകളുമായി ഈ പ്രാഥമിക ഘട്ടത്തിൽ ഒരു കമ്പനി നിങ്ങളുടെ നയമനുസരിച്ചുള്ള ഒരു പരിപാടി തുടങ്ങാൻ ഞങ്ങളിങ്ങനെ ശ്രമിക്കുകയാണെന്നൊരു പ്രോജക്റ്റ് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമിക അനുമതി കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ താങ്കൾ ഉദ്ദേശിക്കുന്ന ചില വകുപ്പുകളുമായിട്ടൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യണം എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഏത് ഘട്ടത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്? ഇതിനു മുമ്പ് സംസ്ഥാനത്ത് ബ്രൂവറി കൊടുത്ത സമയത്ത് ഇങ്ങനെ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വിളിച്ച് ടെൻഡർ വിളിച്ച് ആളുകളെ ക്ഷണിക്കുകയുമാണോ ഉണ്ടായിട്ടുള്ളത്? അല്ലെ, ഈ ചോദ്യത്തിനകത്ത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. നേരത്തെ ശ്രീ ലാല് തുടങ്ങിയ സമയത്ത് തന്നെ സ്പിരിറ്റ് കമ്പനി ഇവിടെ വന്നതുപോലെയുള്ള ചർച്ചയാണ് വരുന്നത്. സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത് അറിയണ്ടേ? അതുകൊണ്ടല്ലേ ഒരു ഓൺലൈൻ മീറ്റിംഗ് വെച്ചുകൊണ്ട് എലപ്പുള്ളി പഞ്ചായത്തിനെ അറിയിച്ചു എന്ന് പലവട്ടം നിങ്ങൾ പറയുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞില്ലേ? ഇത് അറിയണ്ടേ? എലപ്പുള്ളി പഞ്ചായത്ത് ഇവർക്ക് വേണ്ട അനുമതി കൊടുത്തിട്ടില്ലേ? ഏലപ്പുള്ളി പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ല. ഒരു ഓൺലൈൻ മീറ്റിംഗിൽ വെച്ച് ഒരുപാട് പഞ്ചായത്തുകൾ വിളിച്ച സമയത്ത് സെക്രട്ടറിയോട് ഇത് പറഞ്ഞു. സെക്രട്ടറിക്ക് പകരം അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പങ്കെടുത്തത്. ഇത് പറഞ്ഞു അടുത്ത പഞ്ചായത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറഞ്ഞു. എലപ്പുള്ളി പഞ്ചായത്തിലെ ഭരണസമിതിക്കകത്ത് അജണ്ടയായിട്ടോ ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ ഇത് ചർച്ച ചെയ്തിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഇത് എലപ്പുള്ളി പഞ്ചായത്തിലെ സെക്രട്ടറി പങ്കെടുക്കേണ്ട ഒരു ഓൺലൈൻ മീറ്റിംഗിൽ അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പങ്കെടുത്തതെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു കുറഞ്ഞ ഉദ്യോഗസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അത് പങ്കെടുത്ത കാര്യം വന്ന് സെക്രട്ടറിയോട് അത് ബ്രീഫ് ചെയ്യേണ്ടി വരും. സെക്രട്ടറി ആ കാര്യങ്ങൾ അവിടുത്തെ പഞ്ചായത്തിനെ അത് അറിയിക്കേണ്ടതാണ്. ആ കാര്യങ്ങളൊക്കെ അത് നടക്കാതെ ഈ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല. സെക്രട്ടറി അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുത്തത് വെറുതെ ആരെങ്കിലും അറിയിക്കാതെ വ്യാജമായി രഹസ്യമായിട്ടാണെന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായി 5 വർഷം പ്രവർത്തിച്ച ആളാണ്.
പഞ്ചായത്ത് സെക്രട്ടറിക്ക് വരുന്ന എല്ലാ കത്തുകളും ഒരിക്കൽ പോലും അജണ്ടയായി ഭരണസമിതിയിൽ വരാറില്ല, പ്രസിഡന്റിനെ അറിയിക്കാറില്ല. ഭരണസമിതി അപ്രൂവൽ കൊടുക്കേണ്ട ഏതെങ്കിലും കാര്യമുണ്ട് എങ്കിൽ, ചർച്ച ചെയ്യേണ്ട ഏതെങ്കിലും കാര്യമുണ്ട് എങ്കിൽ അജണ്ടയാക്കി സെക്രട്ടറിക്ക് അത് ഉൾപ്പെടുത്താം. എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭരണസമിതിയിൽ പോലും ഈ ചർച്ച വന്നിട്ടില്ല. അപ്പോ കോൺഗ്രസിന്റെ വാദം ഇപ്പോൾ ഈ എലപ്പള്ളി പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുത്ത ഓൺലൈൻ മീറ്റിംഗിലെ കാര്യങ്ങൾ സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ സെക്രട്ടറി വഴി അത് ഭരണസമിതിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന പ്രശ്നത്തിലാണോ നിൽക്കുന്നത്? അല്ല, ഒരു പഞ്ചായത്തില് ഭരണസമിതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സമിതിയാണ്. ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം അവിടെയുള്ള 10-21 വാർഡ് അംഗങ്ങൾക്കാണ് ഉള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസിനുമാണ് ഉള്ളത്. അങ്ങനെയൊരു കത്ത് വന്ന് ഭരണസമിതിക്കകത്ത് 26 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെയൊരു പദ്ധതിക്ക് ഏകജാലകത്തിലൂടെ അപേക്ഷ വന്നിട്ടുണ്ട് എന്നും അതിനെ പറ്റിയുള്ള അഭിപ്രായം സ്വന്തം ആ വാർഡിലെ മെമ്പറോടെങ്കിലും ചോദിക്കുന്ന ഒരു വേദിയാണ് ഭരണസമിതി യോഗം. അങ്ങനെ ഒരു ഭരണസമിതി യോഗത്തിനകത്ത് സെക്രട്ടറി ഒരിക്കൽ പോലും അജണ്ടയാക്കിക്കൊണ്ട് ഇത് വന്നിട്ടില്ല. അല്ല, അക്കാര്യങ്ങളല്ല ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന വാദം ഇതല്ല, തുടക്കത്തിൽ ഉന്നയിച്ച വാദവും ഇതല്ല. ഈ പറയുന്ന വാദമാണെങ്കിൽ പോലും ഇനി ആ പഞ്ചായത്തിന്റെ അനുമതി വാങ്ങേണ്ടതുണ്ടെങ്കിൽ കൂടി അങ്ങനെ ഒരു വാദം അവിടെ ഉന്നയിച്ച പഞ്ചായത്തിന് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സമയം ഇനിയുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നിലേക്കും പോകാതെ ക്യാബിനറ്റ് നോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ വക്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചില വാദങ്ങൾ ഉയർത്തുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ വാദം. ഒരൊറ്റ പോയിന്റിൽ ഒരു വാദം എന്താണ് ഇലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് പറയാനുണ്ടോ? ലാലിപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തിനാണ് മറ്റു വകുപ്പുകളുടെ അനുമതി എന്നാണ് എന്നോട് ചോദിച്ചത്. ആ വകുപ്പുകളുടെ അനുമതി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിലെ പൗരനാണ് അവസാനത്തെ വാക്ക്. അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, താഴെത്തട്ടിലെ ജനത ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തേ മതിയാകൂ. അത് ചർച്ച ചെയ്യാനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല എന്ന നിജേഷ് അരവിന്ദ്, താങ്കൾ ഇവിടെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്തിനാണ് മറ്റ് വകുപ്പുകളുടെ അനുമതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്തപ്പോഴാണ് ഞാൻ ചോദിച്ചത് മറ്റ് വകുപ്പുകൾ ഈ ഘട്ടത്തിൽ അറിയേണ്ടതുണ്ടോ, അങ്ങനെ ഒരു എഴുതി ചോദിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന്. പക്ഷേ ഇത് ക്യാബിനറ്റ് നോട്ടാണ്. ക്യാബിനറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രി മാത്രമുള്ളതല്ല, അതിനകത്ത് എല്ലാ മന്ത്രിമാരുമുണ്ട്, ചീഫ് സെക്രട്ടറിയുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ക്യാബിനറ്റ് ചർച്ച ചെയ്തെടുത്ത അനുമതിയാണ് 16 ദിവസങ്ങൾക്ക് മുൻപ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്. അതാണ് രഹസ്യരേഖ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊടുത്തത്. ചില മാധ്യമങ്ങളൊക്കെ ഇത് ആദ്യമായി കാണുന്നത് പോലെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. താങ്കൾ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രൈമറി റെസ്പോൺസ് നൽകിയിട്ടുണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചതിനൊക്കെ. ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ശ്രീ നിജേഷ് അരവിന്ദ്, ടി എം ശശി, നോക്കൂ, കോൺഗ്രസ് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വിശ്വസനീയമാണോ? അവരുടെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയോടുള്ള പേടി എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കാണുന്നത്? നോക്കൂലേ, ഇവിടെ ചിത്രം വ്യക്തമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, മുഖ്യമന്ത്രിയും മന്ത്രിയും, അതായത് എക്സൈസ് വകുപ്പ് മന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ്. ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല. ആരും അറിയാതെയാണ് ഇത്തരം ഒരു കമ്പനി ഇങ്ങോട്ട് വരുന്നത്. ഇത് സർക്കാരിന്റെ നയമേ അല്ല എന്നാണ്. ഇത് വളരെ വ്യക്തമായി ജനുവരി 23 കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തമായി നിയമസഭയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു. 2022-23 മദ്യനയം സർക്കാർ രൂപീകരിച്ചപ്പോൾ തന്നെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആമുഖത്ത് തന്നെ പറയുന്നു, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത്. അതിനാവശ്യമായ ENA ഉൾപ്പെടെയുള്ളത് മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ കേരളത്തിന് ഭീമമായ നഷ്ടമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളെല്ലാം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തും. പുതിയ കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയോ അതല്ലെങ്കിൽ നിലവിലുള്ള കമ്പനികളിൽ ആവശ്യമായ ഉൽപ്പാദനങ്ങൾ കൂട്ടുകയോ ചെയ്യുമെന്ന് 2022-23 തന്നെ മദ്യനയത്തിൽ പറഞ്ഞതാണ്. ഇത് ആരും അറിഞ്ഞില്ല. ഓയാസിസ് കമ്പനി മാത്രം എങ്ങനെ അറിയുന്ന
പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന ഒരു സാധനം ആർക്ക് വേണമെങ്കിലും ഈ കേരളത്തിലെ ഇത്തരം കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ വെബ്സൈറ്റിൽ നിന്ന് തുറന്നു കിട്ടുന്ന സാധനം ആരും അറിയാതെ എന്ന് പറയുന്നത് തന്നെ ശുദ്ധ കള്ളം, പച്ചക്കള്ളം. അവിടെ നിൽക്കട്ടെ, ഒന്നാമത്തെ വിഷയം ഞാൻ അവിടെയാണ് പറഞ്ഞത്. രണ്ട്, അദ്ദേഹം പറയുന്നത് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നാ. എത്ര വിദഗ്ധമായാണ് അദ്ദേഹം നുണ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എവിടെയാ? ഇവര് കേരളത്തില് കൃത്യമായി 2024 ഫെബ്രുവരി മാസം 26-ാം തീയതി KSIDCയുടെ ബോർഡ് യോഗം ചേർന്നു. ആ ബോർഡ് യോഗത്തിൽ ഗ്രാമപഞ്ചായത്തും ഒരു ബോർഡ് മെമ്പറാണ്. ബോർഡ് മെമ്പറായ അതിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം ആ തീരുമാനം കൃത്യമായി 2024 ജൂൺ മാസം 18-ാം തീയതി തന്നെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കിട്ടിയതിനു ശേഷം പഞ്ചായത്തിന് അയച്ചു കൊടുക്കുന്നു. പഞ്ചായത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി വരുന്നു. അന്നെല്ലാം പഞ്ചായത്ത് എല്ലാം വിശദമായി ചർച്ച ചെയ്തു, പരിശോധിച്ചു. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഒരു കാര്യവും പഞ്ചായത്ത് സെക്രട്ടറിക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് മെമ്പറായി ഞാൻ 5 കൊല്ലം ഇരുന്നു, ഒരു കാര്യം പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നില്ല എന്നാ. ഇത് കേൾക്കുന്ന മറ്റ് ഗ്രാമപഞ്ചായത്ത് ആളുകളും കൂടി ഒന്ന് അറിയട്ടെ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും അറിയട്ടെ. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വരുന്ന ഇത്തരം പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കത്ത് ബോർഡിന്റെയോ പ്രസിഡന്റിന്റെയോ ശ്രദ്ധയിൽപ്പെടുത്താതെ പോകുമോ? അപ്പൊ അതിനർത്ഥം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്ത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കാൻ പോയിട്ട് ഒരു വാർഡിന് പോലും നിൽക്കാൻ യോഗ്യതല്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. പിന്നെ ഇവിടെ ലാല് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊന്നുമല്ല ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്താ അറിയോ? ഇവരുടെ പ്രശ്നം നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ ഇത് വരുന്ന വഴി എന്താവും? ഇത് കേരളത്തിൽ വരുന്ന വഴി 100 കണക്കിന് കോടി രൂപ ഈ കേരളത്തിന് GST ഇനത്തിലും മറ്റ് നികുതി വരുമാനത്തിലും കിട്ടും. അതിനു പുറമെ 2500ഓളം ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും ബ്രൂവറി വഴി ജോലി കിട്ടും. കേരളം മുടിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് BJP കോൺഗ്രസ്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാ വിധത്തിലും കേരളത്തെ തകർക്കണം. കേരളം ഇപ്പൊ നോക്കൂ, ആഭ്യന്തര വരുമാനത്തിൽ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് 56% വർധനവുണ്ടാക്കി. അത് ചെറിയ കാര്യമല്ല. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ചിന്തിക്കാൻ കഴിയോ? അങ്ങനെ വരുമാനം വർദ്ധിപ്പിച്ചപ്പോഴാണ് കേന്ദ്രം നമുക്ക് തരേണ്ട, കേരളത്തിന് തരേണ്ട ന്യായമായ സാമ്പത്തികമായ ന്യായമായി നമുക്ക് തരേണ്ട ഗ്രാന്റ് ഉൾപ്പെടെ നമുക്ക് അനുവദിക്കപ്പെട്ട, നമുക്ക് അവകാശപ്പെട്ട വായ്പ എടുക്കാൻ തടസ്സപ്പെടുത്തുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കുന്നത് ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായാണ്. അപ്പൊ ഇതുകൂടി വരുമ്പോഴോ ഇത് 250 കോടിയിലധികം രൂപ വർഷത്തിൽ അതിന്റെ മാത്രം വരികയാണ്. അങ്ങനെ വിവിധങ്ങളായ ഇത് വരുമാനം വരും. വിവിധ ഇറക്കുമതിയിൽ ഉണ്ടാകുന്ന ലാഭം ഉണ്ടാവും. കേരളത്തിൽ ഉണ്ടാവുന്ന ഇത്തരം നേട്ടങ്ങളെല്ലാം സാമ്പത്തിക നേട്ടങ്ങൾ. അതുപോലെ തന്നെ കുടുംബങ്ങൾ, 2000ഓളം കുടുംബങ്ങൾക്ക് ജോലി കിട്ടിയ ചെറിയ കാര്യമല്ല. ഈ 2000ഓളം ആളുകൾക്ക് ജോലി കിട്ടലും ആഭ്യന്തര വരുമാനം വർധനവും ഇത് മനസ്സിലാക്കിയപ്പോ കോൺഗ്രസിന് ഹാലളകി. അങ്ങനെ കേരളം രക്ഷപ്പെടണ്ട, കേരളത്തിന് അങ്ങനെ നികുതി കിട്ടണ്ട, കേരളത്തിൽ GST വരുമാനം കൂട്ടണ്ട, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണ്ട. അങ്ങനെ എങ്ങാനും കിട്ടിയാൽ ആ കിട്ടുന്നത് കേരളം വീണ്ടും കഴിഞ്ഞ 5 കൊല്ലം ഉണ്ടായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം തുടർഭരണം ഉണ്ടായതുപോലെ ഇതുപോലെ തുടർച്ചയായി വൻകിട പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികൾ മുഴുവൻ മുടക്കാനാണ് കോൺഗ്രസും BJPയും ചെയ്യുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർ, ചെറുപ്പക്കാർ മനസ്സിലാക്കട്ടെ, ഇതാണ് കോൺഗ്രസിന്റെ നയം. നോക്കൂ, ഇവര് ഭരിക്കുമ്പോ 10 ഡിസ്റ്റിലറി കേരളത്തിൽ വന്നിട്ടുണ്ട്, 10 ഡിസ്റ്റിലറി വന്നിട്ടുണ്ട്. അല്ല, 10 ഡിസ്റ്റിലറിയും 7 ബ്ലെൻഡിംഗ് യൂണിറ്റ് ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു കാര്യം ഇവർ നേരത്തെ പറഞ്ഞില്ല. നേരത്തെ വാദം എന്താ? ഏതെങ്കിലും ടെൻഡർ വിളിച്ചാണോ സ്വകാര്യ കമ്പനി നിക്ഷേപം നടത്തുക? അല്ല. അപ്പൊ ഇവര് കൊണ്ടുവരുമ്പോൾ ഒന്നും പ്രശ്നമല്ല. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വൻകിട പ്രൊജക്ടുകൾ വന്നാൽ, കോടിക്കണക്കിന് രൂപ ആളുകൾ നിക്ഷേപം നടത്തിയാൽ, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന ഉറപ്പായാൽ, കേരളത്തിൽ നിക്ഷേപം ഉണ്ടെന്ന് ഉറപ്പായാൽ അതിനെ തകർക്കാൻ എടുക്കുന്ന കോൺഗ്രസിന്റെ ക്രൂര മനസ്സാണിത്. BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് കേരളത്തെ തകർക്കാൻ എടുക്കുന്ന ലക്ഷ്യമാണിത്. നിങ്ങൾ നോക്കൂ, ഇതിങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഇത് കേരളം തകർക്കൽ മാത്രമല്ല, രണ്ടാമത് പ്രശ്നം കൊണ്ട് ഈ കേരളത്തിലെ കോൺഗ്രസിന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടിന്റെ സോഴ്സ് എന്താ? കർണാടക. കേരളത്തിൽ വരുന്ന 43 കമ്പനികളിൽ നിന്നും സ്പിരിറ്റ് ഒഴുകുന്ന 43 കമ്പനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കമ്പനി ഏതാ? ഒന്ന് കർണാടകയിലെ ഹർഷ ഷുഗേഴ്സാ, രണ്ടാമത്തതോ മഹാരാഷ്ട്രയിലെ റാഡിക്കോയാണ്. ഈ കർണാടകത്തിന്റെ ആരാ? കർണാടകയിലെ ഹർഷ ഷുഗേഴ്സിന്റെ ഉടമസ്ഥയുടെ പേരെന്താ? ലക്ഷ്മിയാണ്. ആരെ ലക്ഷ്മി? മഹിളാ കോൺഗ്രസിന്റെ കർണാടക അധ്യക്ഷ. അവിടെ കൊണ്ട് നിൽക്കണ്ട, അവര് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കർണാടകത്തിലെ. കർണാടകയിലെ കോൺഗ്രസ് നേതാവായ മന്ത്രിയായ ലക്ഷ്മിയുടെ കമ്പനിയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്പിരിറ്റ്. ഒന്നാമത്തത്. രണ്ടാമത് നോക്കൂ, മഹാരാഷ്ട്രയിലെ റാഡിക്കോ. അതാ റാഡിക്കാരന്റെ ചാരുദത്തയുടെ ചാരുദത്ത പങ്കജമുണ്ട വന്ന BJPയുടെ കഴിഞ്ഞ തവണ കേന്ദ്രമന്ത്രി, ഇപ്പൊ സംസ്ഥാന മന്ത്രി. അപ്പൊ BJPയുടെയും കോൺഗ്രസിന്റെയും വൻകിട നേതാക്കളുടെ മന്ത്രിമാരുടെ കമ്പനിയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇപ്പോ ആവശ്യമായ സ്പിരിറ്റ് വരുന്നത്. ഇത് തടഞ്ഞാൽ അവർക്ക് വരുമാനം കുറയും. അവർക്ക് വരുമാനം കുറഞ്ഞാൽ കേരളത്തിലേക്ക് BJPക്ക് കോൺഗ്രസിന് വരുന്ന ഫണ്ട് കുറയും, ഇവർക്ക് ഒഴുകുന്ന മദ്യം കൊഴിയും. അപ്പൊ കോൺഗ്രസിന്റെയും BJPയുടെയും അവരുടെ വരുമാനം കുറയാതിരിക്കാനും അവരുടെ നേതാക്കൾക്ക് പണമുണ്ടാക്കാനും കേരളത്തിനെ തകർക്കാനും വേണ്ടിയാണ് BJPയും കോൺഗ്രസും പറയുന്നത്. ഇതിന് ആധികാരികമായി അല്ല എന്ന് ഇവർ തെളിയിക്കട്ടെ.
ബഹുമാനപ്പെട്ട MP രാജേഷ് മന്ത്രി വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം വിശദമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ച് വരുമ്പോൾ ഇവരെ ഇത്തരം ഈ എന്താ പറയാ വാദമുകൾ, ഒരു നിലയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാദമുകൾ കൊണ്ടുവരുന്നത് കേരളത്തെ തകർക്കാൻ വേണ്ടി മാത്രമാണ്. നേരത്തെ ഒരു ജലദൂഷണം പറഞ്ഞു, അത് അടിപോയി. നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ് അടിപോയത്. ആദ്യം അവർ പറഞ്ഞത് ജലദൂഷണം, ഇപ്പോഴോ ജലദൂഷണത്തെ കുറിച്ച് മിണ്ടാട്ടമില്ല. പിന്നെ അവരെന്ത് പറഞ്ഞു? ടെൻഡർ. ഇപ്പൊ ടെൻഡറിനെ കുറിച്ച് മിണ്ടാട്ടമില്ല. അപ്പൊ ടെൻഡറും പോയി, ജലദൂഷണം പോയി. ഇനിയിപ്പോ എന്താ പറഞ്ഞത്? കവിത വന്നു. അതായത് ആന്ധ്രയിൽ തെലങ്കാനയിലെ കവിത ഇവിടെ വന്നു എന്നുള്ളവരെ ഈ പുതിയ ആരോപണം കൊണ്ടുവരികയാണ്. ഇവരെല്ലാ കാലത്തും പുതിയ തരം ആരോപണം കൊണ്ടുവരും. യഥാർത്ഥത്തിൽ കോൺഗ്രസും BJP ലക്ഷ്യം വെക്കുന്നത് കേരളം വരുമാനമുണ്ടാവരുത്, കേരളത്തിൽ പുതിയ ആളുകൾക്ക് തൊഴിൽ കിട്ടരുതെന്ന ലക്ഷ്യമാണ്. കേരളത്തിലെ ചെറുപ്പക്കാരും കുടുംബാംഗങ്ങളും മനസ്സിലാക്കും. എല്ലാ കാലത്തും ഈ കോൺഗ്രസിന്റെയും BJPന്റെയും ഈ പിന്തിരിപ്പൻ സമീപനം, കേരളത്തെ പുറകോട്ട് വലിക്കുന്ന സമീപനം ജനം തിരിച്ചറിഞ്ഞ് അവരെ പുറങ്കാലുകൊണ്ട് ചവിട്ടുമെന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ ഇതിനിടയിൽ തന്നെ തുടക്കത്തിൽ ഒരു കാര്യം പറയട്ടെ. ഇന്നിപ്പോൾ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക സർവേ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഈ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും കേരളം എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന കാര്യത്തിലുമൊക്കെ കേരളത്തിനൊരു പുകഴ്ത്തൽ ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ നോക്കൂ, കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത ഈ മദ്യവുമായി ബന്ധപ്പെട്ട, സ്പിരിറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യയിലുമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണ്. അത് ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലൊരു സ്പിരിറ്റ് നിർമ്മാണ കമ്പനി വരുമ്പോൾ പറയുന്ന കാര്യങ്ങളെ കാണുമ്പോൾ അത് കേരളത്തിലെ യുവാക്കളോടുള്ള വെല്ലുവിളി തന്നെയാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പറയുന്നത് പോലെ എന്ന് തന്നെ കാണേണ്ടി വരുമോ ഈ ഘട്ടത്തിൽ? ലാലെ, ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. രാഷ്ട്രീയം തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അതിൻ്റെ പ്രതിപക്ഷത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്. അവർ അതിൻ്റെ കാരണ സഹിതമായിട്ട് അവർ പറയുന്നുണ്ടാവും. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഞാൻ രാഷ്ട്രീയം ഇല്ലാതെ പറയട്ടെ. ആത്യന്തികമായി ഇത് ഒരു വ്യവസായമാണ്. ഇതൊരു വ്യവസായ സംരംഭമാണ്. ഒയാസിസ് എന്ന കമ്പനി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ആ കമ്പനി 40,000 കോടി ലിറ്റർ എഥനോൾ എന്ന് വെച്ചാൽ ENA ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്കാണ് രൂപരേഖ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരിക്കുന്നത്. 40,000 കോടി. അതിൽ 30,000 കോടിയും എഥനോളാണ്. എഥനോൾ മദ്യമല്ല, മദ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല. ഇതിൻ്റെ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് എഥനോൾ. അതൊരു വ്യാവസായിക ഉൽപ്പന്നമാണ്. അതെന്തിനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യവസായ രംഗത്ത് ഉപയോഗിക്കുന്നത്? ഇന്ത്യയിലെ പെട്രോളിയത്തിൽ 20% എഥനോൾ ചേർക്കണമെന്നാണ് കേന്ദ്രം ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നത്. 20% എഥനോൾ അത് വ്യാവസായിക ഉൽപ്പന്നമാണ്. കേരളത്തിൽ BPCL, HPCL തുടങ്ങിയ പെട്രോളിയം കമ്പനികൾക്ക് അത് ഉപയോഗിക്കാം. 20% ഉപയോഗിക്കാം. അതായത് പെട്രോളിൻ്റെ ആകെ 1 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ ഇതിൽ 20% ഇനി എഥനോളായിരിക്കും. അതിൽ ഈ ഒയാസിസ് എന്ന സ്ഥാപനം പാലക്കാട്ട് തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്ന അവരപേക്ഷിച്ചിരിക്കുന്ന ആ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 40,000 കോടി ഉൽപ്പന്നത്തിൽ 30,000 എഥനോളാണ്. ബാക്കി 9,000 ലിറ്റർ മാത്രമാണ് ENA എന്ന് വെച്ചാൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. അതാണ് നമ്മൾ വിസ്കി, ബ്രാൻഡി, റമ്മൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് 10% മാത്രം. ആകെയുള്ള 50,000 കോടിയിൽ 40,000 40,000ത്തിൽ 30,000 ഇതാണ്. ബാക്കി 9,000 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ENA ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ, മദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. രണ്ടാമത്, ഇവിടെ എല്ലാ മാറി വന്ന ഗവൺമെൻറ്റുകൾ, കോൺഗ്രസ്, ഇടതുമുന്നണി ഗവൺമെൻറ്റുകൾ മാറി വന്നിട്ടുണ്ട്. ചേർത്തലയിലെ മാഗ്ഡൽ ഫാക്ടറി ഉൾപ്പെടെ ധാരാളം മദ്യനിർമ്മാണ കമ്പനികൾ കേരളത്തിലുണ്ട്. ചെറുതും വലുതുമായ മദ്യനിർമ്മാണ കമ്പനികളുണ്ട്. ENA ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഡിസ്റ്റിലറി ഉണ്ട് കേരളത്തിൽ.
ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപിച്ചതാണല്ലോ. അത് ഇടതുപക്ഷം മാത്രമായിരിക്കത്തില്ല, എല്ലാ ഗവൺമെൻറ്റുകളും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു ഡിസ്റ്റിലറിക്ക് അനുമതി നൽകുക എന്ന് പറയുന്നത് ലാലെ ഒരു മഹാപാപമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഒരു പാപമല്ല. എന്താണ് ഇതിനകത്തെ പാപം എന്ന് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയം അവർക്കുണ്ടാവും. ബി ഡി സതീശനൊക്കെ അതേക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിൻ്റെ ന്യായം കാണുമായിരിക്കും. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾക്കപ്പുറത്ത് കേരളത്തിൽ ഇതുപോലെ കേരളത്തിൻ്റെ മുൻപിലേക്ക് വന്ന ഒരു വ്യവസായത്തെ പുറം കൈകൊണ്ട് തട്ടിക്കളയുന്നത് കേരളത്തിന് ഭൂഷണമല്ല, കേരളത്തിൻ്റെ നിലനിൽപ്പിന് ഒട്ടും ഭൂഷണമല്ല, കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. ഇതിനെതിരെ പറയുന്ന ആരോപണങ്ങൾക്ക് എത്ര രാഷ്ട്രീയ പ്രസക്തി ഉണ്ടെങ്കിലും ശരി, കേരളത്തിൻ്റെ വളർച്ച നോക്കുമ്പോൾ, കേരളത്തിൻ്റെ ഭാവി നോക്കുമ്പോൾ ഈ വ്യവസായവും ഇതുപോലുള്ള വ്യവസായങ്ങളും ആവശ്യമാണ് എന്ന കാര്യത്തിൽ എൻ്റെ അഭിപ്രായം അനുസരിച്ച് യാതൊരു സംശയവുമില്ല ലാൽ. യെസ്, വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയത്. നിജേഷ് അരവിന്ദ്, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളുടെ രാഷ്ട്രീയം നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. നിങ്ങൾ തുടക്കത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ എവിടെയൊക്കെ എത്തി, അതിനുശേഷം ഇതാ ഇപ്പോൾ നിങ്ങളെക്കാൾ കണ്ടില്ലേ, നിങ്ങൾ അപ്പുറത്തുള്ള ചില ഭാഗത്തും കാണുന്നുണ്ടല്ലോ ചില സൂചനകൾ എന്നൊക്കെയുള്ള രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. മാധ്യമങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് ഏറ്റെടുക്കുന്നത് എന്നൊക്കെയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഈ കേരളത്തോടുള്ള താല്പര്യം എത്രമാത്രമാണ്? നിങ്ങൾ ഈ പറയുന്നതിൽ ഒരു കഴഞ്ച് എങ്കിലും നിങ്ങൾ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം പോയി കൊടി പിടിക്കുന്നത് ആ കർണാടകത്തിലെ മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷയോടല്ലേ? അവിടെയല്ലേ പോയിരിക്കേണ്ടത്? അവരല്ലേ മന്ത്രി അവിടുത്തെ, അവരുടെ അല്ലേ ഡിസ്റ്റിലറി ഈ പറഞ്ഞ ഹർഷ ഷുഗേഴ്സ്. അതുപോലെ അപ്പുറത്ത് BJPയുടെയും ഉണ്ടല്ലോ മഹാരാഷ്ട്രയിൽ, അവിടെ പോയി ഇരിക്കണ്ടേ? നിങ്ങൾ അവിടെയൊന്നും ഇരിക്കാതെ, അവിടെയൊന്നും കാണിക്കാത്ത ഈ താല്പര്യവും ആത്മാർത്ഥതയും എലപ്പുള്ളിയിൽ നടക്കുമോ എന്ന് അന്വേഷിക്കുന്നത്, പാളിപ്പോയിട്ടും ഇങ്ങനെയൊക്കെ പിന്നെയും ശ്രമിക്കുന്നത് കേരളത്തോടുള്ള നിങ്ങളുടെ എന്ത് ആത്മാർത്ഥതയാണ് സാർ കാണിക്കുന്നത്? കേരളത്തിൽ വരാൻ പോകുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന് വേണ്ടി ഇത്രയേറെ വാദമുഖങ്ങൾ നിരത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയൊക്കെ കാണുമ്പോൾ വലിയ അത്ഭുതമാണ്. നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നിങ്ങളുടെ രീതിയിലേക്ക് അവർ വന്നല്ലോ എന്ന് നിങ്ങൾ സന്തോഷിക്കണ്ടേ? അല്ല ലാൽ, ഒരു ചെറിയ പ്രതിപക്ഷ ബഹുമാനം നല്ലതാണ്. നമുക്കൊരു ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞപ്പോഴും ശ്രീ ശശി പറഞ്ഞപ്പോഴും ഇടപെടാത്ത താങ്കൾ എനിക്കൊരു 3 മിനിറ്റെങ്കിലും തുടർച്ചയായി പറയാനുള്ള അവസരം തന്നാൽ വലിയ സന്തോഷമായിരുന്നു. നിർബന്ധമൊന്നുമില്ല. കേരളത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റമായ KSRTCയെ രക്ഷപ്പെടുത്താനായിരുന്നു ശ്രീ ശശിയുടെ വാദമെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. KSEB ആണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. പൂട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കോഴിക്കോട്ടെ സ്റ്റീൽ കമ്പനിയാണ്, സ്റ്റീൽ കോംപ്ലക്സ്, മറ്റേ ഛത്തീസ്ഗഡിലെ കമ്പനിക്ക് വിറ്റ സ്റ്റീൽ കോംപ്ലക്സിനെ സംരക്ഷിക്കാനായിരുന്നു താങ്കളുടെ ഈ വീരവാദമെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു ശ്രീ ജേക്കബ് ജോർജിന്റെ ഈ വാദമുഖങ്ങളെങ്കിലും എനിക്ക് വലിയ സന്തോഷം ഉണ്ടാവുമായിരുന്നു. പ്രിയപ്പെട്ട ജേക്കബ് ജോർജ്, കേരളത്തിൽ ഇവിടെ നിങ്ങളുടെ കാലത്ത് എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭത്തിൽ ഓടിയത്? ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ തുറക്കുകയും ലാഭത്തിൽ കൊണ്ടുപോവുകയും ചെയ്തത് ഇടത് സർക്കാരാണെന്നാണ് എൻ്റെ മുമ്പിലുള്ള കണക്കുകൾ. അല്ല, കോഴിക്കോട്ട് സ്റ്റീൽ കോംപ്ലക്സ് വിറ്റത് ഛത്തീസ്ഗഡിലെ കമ്പനിക്കാണ്. സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KSRTCയിൽ പെൻഷന്റെയും ശമ്പളത്തിന്റെയും ഒക്കെ അവസ്ഥ നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. ഏതായാലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലേക്കാണ് പോവേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. 2, കേരളത്തിൽ ഇപ്പോ പ്രവർത്തിക്കുന്ന ഡിസ്റ്റിലറികളിൽ എന്തുകൊണ്ടാണ് പൂർണ്ണതോതിൽ ഉൽപാദനം നടക്കാത്തത്? എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡിസ്റ്റിലറിയിൽ ഒരു തുള്ളി മദ്യം നിർമ്മിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് പാലക്കാട്ട് ഒരു സംരംഭം വരുമ്പോൾ അതിന് സവിശേഷമായ എതിർപ്പുകൾ വരുന്നത്? അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, നേരത്തെ പ്ലാച്ചിമട സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്? കേരളത്തിലെ തന്നെ ഏറ്റവും മഴ കിട്ടാത്ത പഞ്ചായത്തായ സൂര്യാഘാതത്തിൽ കഴിഞ്ഞ തവണ ഒരാൾ മരിച്ച, കേരളത്തിലെ നെല്ലറയായ, മണ്ണിനെയും ജലത്തിനെയും സംരക്ഷിച്ചതിന്റെ പേരിൽ അവാർഡ് വാങ്ങിയ
ഒരു പഞ്ചായത്തിലെ ജനത ഈ വിഷയത്തിൽ അവരുടെ അവസ്ഥ പറയുമ്പോൾ അതിനെ ഇതൊരു അല്ല, വലിയ അത് ആ വ്യവസായമാണ്. ജനത അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കണം. തീർച്ചയായും നിജേഷ്, ആ ജനത അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കണം. പക്ഷെ നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ പറയുന്ന എലപ്പുള്ളിയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നത്? ഇവിടെ ഈ കൊക്കക്കോള കമ്പനിയുടെ കാലത്തുണ്ടായ പ്രശ്നമുണ്ടോ? ഭൂഗർഭ ജലം എടുക്കുന്നുണ്ടോ ഇവിടെ? ഈ പറയുന്ന എലപ്പുള്ളിയിൽ കുടിവെള്ളം കൊടുക്കാതെ അവിടുത്തെ വെള്ളം എല്ലാം എടുത്ത് ഈ കമ്പനിക്ക് കൊടുക്കുന്നുണ്ടോ? അത് താങ്കൾ എവിടെ നിന്നാണ് ഇത് പ്രചരിപ്പിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ അതിലൊക്കെ മറുപടി പറയാം. രണ്ട് കാര്യങ്ങൾ കൂടി പറയുകയാണ്. പാലക്കാട്ടെ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ കേരളത്തിലെ യുവാക്കളുടെ സ്വപ്നം കെടുത്തുന്നു എന്നൊക്കെ ശ്രീ ശശി വല്ലാതെ വികാരാവസ്ഥ കൊള്ളുന്ന സമയത്ത് കഞ്ചിക്കോട്ടെ വ്യവസായ സ്ഥാപനങ്ങളിൽ, സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിൽ എത്ര മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നൊരു കണക്ക് കൂടി പറയണം. കോട്ടക്കൽ ആര്യവേദശാല ഒഴിച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനകത്ത് കൃത്യമായ വേതനത്തോടുകൂടിയും കൃത്യമായ ആനുകൂല്യങ്ങളോടുകൂടിയും എത്ര ജീവനക്കാർ, മലയാളി ജീവനക്കാർ ജോലി ചെയ്യുന്നു എന്ന കണക്ക് ഇന്ന് വേണ്ട, അടുത്ത തവണയെങ്കിലും അവതരിപ്പിച്ചാൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. രണ്ട്, കർണാടകയിലെ കോൺഗ്രസ് നേതാവിന്റെ മദ്യശാല അവിടുന്ന് കൊണ്ടുവരാനാണ് ഞങ്ങൾ ഈ പടാപ്പാട് പെടുന്നത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഞങ്ങൾ ഭരണത്തിലില്ല. എന്തായിരുന്നു പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് ആ കോൺഗ്രസുകാരൻ്റെ ഇത് വേണ്ട, മറ്റേതെങ്കിലും മതി എന്ന് കേരളത്തിലെ ആവശ്യമാണല്ലോ. ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്ന എന്തിനാണ് അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ അല്ലെങ്കിൽ മറ്റൊരു BJP-കാരൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉത്തരേന്ത്യക്കാരൻ്റെ അല്ലല്ലോ. നമുക്ക് ഇവിടെ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു വ്യവസായം തുടങ്ങണ്ടേ? അല്ല, ലാൽ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളിപ്പോ ഫോക്കസ് തന്നെ കർണാടകയിലെ കോൺഗ്രസ് നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞു, 1-2 പേരുകളൊക്കെ എടുത്തു പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ കോൺഗ്രസ് നേതാവിന്റെ അടുത്ത് ശ്രീ പിണറായി വിജയന്റെ ഭരണകൂടം കഴിഞ്ഞ 9 വർഷമായിട്ട് വാങ്ങുന്നത്? കർണാടകത്തിലെ കോൺഗ്രസുകാരുടെ കമ്പനിയിൽ നിന്ന് വരുന്നതിന് ഒരു പരിക്ക് പറ്റുമ്പോഴാണ് നിങ്ങളുടെ ശബ്ദം ഉയരുന്നത്. അത് ചൂണ്ടിക്കാട്ടാനാണ് അത് എടുത്തത്. അല്ല, കർണാടകയിലെ കോൺഗ്രസ് നേതാവിന് മദ്യക്കച്ചവടം, കേരളത്തിലെ മദ്യക്കച്ചവടം നടത്തി വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് ലാൽ പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ചോദ്യം ലളിതമാണ്. ഇത് പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്തിനാണ് കർണാടകയിൽ നിന്ന് വാങ്ങുന്നത്? കേരളത്തിലെ ഡിസ്റ്റിലറി തുറന്ന് പ്രവർത്തിച്ചാൽ പോരെ? കേരളത്തിൽ ഒരു തുള്ളി മദ്യം ഉൽപ്പാദിപ്പിക്കാത്ത ഡിസ്റ്റിലറി ഇന്ന് കേരളത്തിൽ എല്ലാ സംവിധാനങ്ങളോടും കൂടിയുണ്ട്. പൂട്ടിപ്പോയതാണ്. അതെ, നിങ്ങളുടെ കാലത്ത് എന്തിനാണ് ഒരു 7ഓളം ഡിസ്റ്റിലറികൾ നിങ്ങൾ നേരത്തെ അനുമതി കൊടുത്തത്? എന്തിനാണ്? നിങ്ങൾ എന്തുകൊണ്ട് ഇത് പൊതുമേഖലയിൽ മാത്രം ആലോചിച്ചില്ല? എന്റെ ചോദ്യം ലളിതമാണ്. പോയ 9 വർഷമായി ഈ കേരളത്തിനുണ്ടാകുന്ന നഷ്ടം, കോൺഗ്രസ് നേതാവിനുണ്ടാകുന്ന ലാഭവും പരിഗണിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡിസ്റ്റിലറിയിൽ എന്തുകൊണ്ട് ഉൽപാദനം കൂട്ടിയില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, വേണം, അത് കൂട്ടണം. താങ്കൾ പറയുന്നത് ശരിയാണ്. അതേസമയം പുതിയ വ്യവസായങ്ങൾ ഇവിടെ വരികയും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതിന് തടസ്സം നിന്നുകൊണ്ടാണോ നിങ്ങളുടെ ഈ വാദം ഉയർത്തേണ്ടത്? അല്ല, സർക്കാരിന്റെ സ്ഥാപനങ്ങളെ വിറ്റ് തുലച്ചുകൊണ്ട്, കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളെ ഛത്തീസ്ഗഡിലെ കമ്പനിക്ക് ആരും അറിയാതെ വിറ്റുകൊണ്ട് അങ്ങ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയുടെ സ്ഥാപനം വരാനും അതിനെ മന്ത്രിസഭാ നോട്ടിനകത്ത് വെള്ളം പൂശി മഹാസംഭവമാണ് എന്ന് പറയുമ്പോഴും പഴയകാല കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ഹൃദയത്തിനകത്തൊരു വേദനയുണ്ടാകും. ഹൃദയ വേദന. ഒരുപാട് സമരങ്ങൾ, ആഗോള ഭീകര കുത്തകകൾക്കെതിരെയൊക്കെ സമരം ചെയ്ത ആളുകളുണ്ട്. പൊതുമേഖലയ്ക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ ആളുകളുണ്ട്. എന്തുകൊണ്ട് പൊതുമേഖല തകരുകയും സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ ഈ തരത്തിലുള്ള വാദമുഖങ്ങളുമായി അതാണ് പ്രശ്നം. ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങൾ എടുത്ത് താങ്കൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് പോലെയുണ്ട്. TM ശശി, അതായത് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ആയിരിക്കാമോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിലുള്ള ശരിയും തെറ്റും അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വാദമുയർത്തലല്ല. കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളിത് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം. അല്ലെ, എന്റെ ചോദ്യം ലളിതമാണ്. ഈ ചർച്ച തുടങ്ങിയതിന് സ്പിരിറ്റ് ലോബി അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടാണ്, ആർക്കാണ് എന്നൊക്കെ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ മുഴുവൻ ഈ കള്ള് കച്ചവടം നടത്തി ജീവിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ്, ഒരു നെറേറ്റീവാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ പറയുന്നു, അങ്ങനെ ആരെങ്കിലും അകാരണമായിട്ട് ഉണ്ടാക്കി നിയമപരമല്ലാതെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ലാൽ മുൻകൈ എടുത്തുകൊണ്ടോ. അതെ, തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് നിയമപരം അല്ലെങ്കിലല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞ കാര്യത്തിൽ നിയമപരമല്ലാത്തത് ഏതാണ്? ഇപ്പൊ ഈ പറയുന്ന എലപ്പുള്ളി വരാൻ പോകുന്നു അവർ ഒരു പ്രോജക്റ്റ് കൊടുത്തതിനകത്ത് നിയമപരമല്ലാത്തത് എന്തുണ്ട്? നിങ്ങൾ കണ്ടെത്തിയ എന്താണ്? അല്ല, നിയമപരമല്ലാത്തത് ഉള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത്. നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഞങ്ങളെ വിശ്വസിപ്പിക്കുക, അത് വിട്ടേക്ക്. അല്ല, അത് പറയൂ. ജനങ്ങൾക്ക് വിശ്വസിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാട്ടൂ. നിയമപരമല്ലാത്തത് എന്തുണ്ട്?
ഒരു CPI-കാരനെ നിങ്ങൾക്ക് ചർച്ചയിലേക്ക് കൊണ്ടുപോകില്ല. നേരത്തെ ശ്രീ TN ശശി പറഞ്ഞ വളരെ ഡേറ്റ് ഒക്കെ വെച്ച് അതാണ്, അത് നിയമപരമല്ല സാർ. താങ്കളിപ്പോൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഇത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതാണ്. നിയമം അനുസരിച്ചോ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെങ്കിലും വകുപ്പുകളോ ഒന്നും അല്ല താങ്കൾ പറയുന്നത്. ഞാൻ വരാം. TM ശശി മറുപടി പറയും. TM ശശിയിലേക്ക് ഞാൻ വരാം. TM ശശി. തീർച്ചയായിട്ടും ഇഷ്ട സമയം എനിക്ക് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി. അതിൽ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ 2-3 വിഷയങ്ങളിൽ എനിക്ക് ഒന്ന് വ്യക്തത. ആദ്യം അദ്ദേഹത്തിന്റെ അവസര സമയത്ത് അദ്ദേഹം ഒരു വ്യക്തത എനിക്ക് വരുത്തി തരണം. എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നം? എന്താ? അഴിമതിയാണോ? ഈ പദ്ധതിയെ സംബന്ധിച്ച് അഴിമതിയാണോ? എങ്കിൽ അവർ അഴിമതിയാണ് ഞങ്ങളുടെ പ്രശ്നം എന്നവർ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്താണോ? വെള്ളക്ഷാമമാണോ? അവരത് പറയട്ടെ. വെള്ളക്ഷാമമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നം എന്ന് അവർ പറയട്ടെ. അതും അല്ലെങ്കിൽ എന്താ, പഞ്ചായത്തിനെ അറിയിച്ചില്ല, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ദൗർബല്യം, അത്തരം പ്രശ്നങ്ങളാണോ? എങ്കിൽ അവർ അത് പറയട്ടെ. അവർ ഓരോ ദിവസവും വ്യത്യസ്തമായ വിഷയങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നതും ഈ ഇവിടെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒറ്റ കാര്യം പറയാം. അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചെന്താ അറിയോ? പ്ലാച്ചിമടയിൽ ഉണ്ടായ ജലക്ഷാമമുള്ളതിൽ അറിയില്ലേ? പ്ലാച്ചിമടയിലെ പ്രശ്നം എന്താ? അദ്ദേഹം പ്ലാച്ചിമടയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്ലാച്ചിമടയിൽ ജലചൂഷണത്തിനെതിരെ ശക്തമായ സമരത്തിൽ അതിന്റെ ഭാഗമായി അന്ന് DYFIയുടെ ഒക്കെ പ്രവർത്തകരായിരുന്ന ഞങ്ങള് സ്വാഭാവികമായി ഇതിലൊക്കെ ബന്ധപ്പെട്ടിരുന്നവരാ. എന്താ അന്നത്തെ പ്രശ്നം? ആ പ്രദേശത്ത് പ്ലാച്ചിമടയും പരിസര പ്രദേശങ്ങളിലുമുള്ള ജലചൂഷണത്തിനെതിരാണ്, ഭൂഗർഭ ജലചൂഷണത്തിനെതിരായിരുന്നു സമരം. ഇതിലെവിടെയാണ് ഭൂഗർഭ ജലചൂഷണം വരുന്നത്? ആ കമ്പനിയുമായുള്ള എഗ്രിമെന്റിൽ, കമ്പനിയിൽ പറയുന്നതിൽ, ധാരണയിൽ പ്രത്യേകം പറയുന്നു ഇതിൽ ഭൂഗർഭ ജലചൂഷണമില്ല. പിന്നെ എവിടുന്നാണ് അത് പ്രവർത്തിക്കുന്നത്? പൂർണ്ണമായും മലമ്പുഴയിലെ വെള്ളവും അതല്ലെങ്കിൽ ജലസംഭരണി, മഴവെള്ള സംഭരണിയുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായും കമ്പനി പറയുന്നുണ്ട്. അപ്പൊ ഈ വാദം നിലനിൽക്കുന്നതല്ല. അവർ പറയുന്നത് നിലനിൽക്കുന്നതല്ല എന്ന് പറയാൻ വേണ്ടിയാ. ഇനി രണ്ടാമത്തെ വിഷയം എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞ വേറൊന്നും കൂടിയുണ്ട്. സ്വകാര്യ കമ്പനിയിൽ വെച്ചിട്ട് വേണോ, സ്വകാര്യ കമ്പനിയും കൊണ്ട് ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനി പറയുന്ന, അദ്ദേഹം എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാലക്കാട് ഇരിക്കുന്നുണ്ട്, എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കഞ്ചിക്കോട് 100 കണക്കിന് കമ്പനികൾ സ്വകാര്യ കമ്പനികളാണ്. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ കഞ്ചിക്കോട്, പാലക്കാട് ജില്ലയിലുണ്ട്. അദ്ദേഹം ഒന്ന് പറയാനാ പറഞ്ഞു, ഞാൻ 2 പറയാ. ഒന്ന് സൈൻഗോബൻ പ്രീകോട്ട് മിൽസ് ആണ്, അദ്ദേഹത്തിന് അറിയുമെന്ന് അറിഞ്ഞൂടാ. 100 കണക്കിന് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു. രണ്ടാമത് അവിടെ അഗസ്റ്റിൻ ടെക്സ്റ്റൈൽസ് ആണ്, 100 കണക്കിന് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു. ആ മേഖലയിലൊക്കെ ട്രേഡ് യൂണിയൻ പ്രവർത്തനവുമായി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. കഞ്ചിക്കോടിൽ അദ്ദേഹത്തിന് അറിയാം. ഞാൻ 1 പറയാൻ പറഞ്ഞുകൊണ്ട് 2 പറഞ്ഞതാ. 100 കണക്കിന് കമ്പനികൾ, അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ആ സ്വകാര്യ കമ്പനികളെ ആശ്രയിച്ചും അതിൽ കിട്ടുന്ന ജോലിയും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമായി ആയിരക്കണക്കിന് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോ ഈ സ്വകാര്യ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കണം എന്ന് ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ പറയുന്നതിലും വസ്തു. രണ്ടാമത്തെ പ്രശ്നം അറിയോ? അദ്ദേഹം പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിയെന്ന അദ്ദേഹം തെറ്റി. ഇന്ന് കേരളത്തിൽ വിവിധങ്ങളായ കേന്ദ്ര സർക്കാരിന്റെ വിവിധങ്ങളായ സൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇന്ന് ഈ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം 1. പല സംസ്ഥാനങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും മികച്ച രീതിയിൽ പോകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ 1. നിങ്ങൾ UDF കേരളത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ പാലക്കാട്ടുള്ള മലബാർ സിമന്റ് നഷ്ടത്തിലായത്. ഇപ്പോഴോ മലബാർ സിമന്റ്സ് ലാഭത്തിലാണ്. സൈറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. വിവിധങ്ങളായി ആ എറണാകുളത്തുള്ള HNL BJP ഉണ്ടാവും പൂട്ടിയതാ. ഇപ്പൊ ഇടതുപക്ഷം ഏറ്റെടുത്തു. ആ സാധനം ലാഭത്തിലായി KPPL എന്ന പുതുനാമകരണം ചെയ്ത് കേരള പ്രൈവറ്റ് പ്രിന്റിംഗ് ലിമിറ്റഡ് ആക്കി മാറ്റി. അത് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. കേരളം ഇടതുപക്ഷം വന്നതിന് ശേഷം പൊതുമേഖലകൾ നഷ്ടത്തിലല്ല, വിൽപ്പനയല്ല. പൊതുമേഖലകൾ ഒന്നൊന്നായി UDFന്റെ കാലത്ത് പൂട്ടിയ നഷ്ടത്തിലായ ഓരോ സ്ഥാപനങ്ങളും ഒന്നൊന്നായി ലാഭത്തിലാക്കുന്നു, നിലനിർത്തുന്നു, പുതിയ ആളുകളെ ജോലിക്ക് വെക്കുന്നു, ആളുകൾ രക്ഷപ്പെടുന്നു. ഇതാണ് നയം. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇപ്പോഴത്തെ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഒരു സ്വകാര്യ കമ്പനി വരുന്നു, 600 കോടിയോളം നിക്ഷേപം വരുന്നു. 600 കോടി നിക്ഷേപം വരിക എന്നതിനപ്പുറത്തേക്ക് കാലങ്ങളായി കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഈ എത്തനോൾ ഇറക്കുമതിയിൽ, അതുപോലെ തന്നെ സ്പിരിറ്റ്, ഈ മദ്യ അസംസ്കൃത സംവിധാനങ്ങൾ ഇറക്കുമതിയിൽ, വിദേശ മദ്യ ഇറക്കുമതിയിൽ ഉണ്ടാവുന്ന നഷ്ടം, അതിന്റെ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരുന്നതിനുള്ള നഷ്ടം, അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ടേഷൻ നഷ്ടം, ഇതെല്ലാം കൂടി വരുമ്പോൾ ഭാരിച്ച കോടിക്കണക്കിന് രൂപയാണ് വരുന്നത്. ഈ കമ്പനി വരുന്നതോടുകൂടി സ്വാഭാവികമായും ആ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കേരളത്തിന് ലാഭമായി വരും. GST ലാഭമായി വരും.
ഇത്തരം ലാഭമായി വരുമ്പോൾ അതിൻ്റെ ഉണ്ടാവുന്ന നഷ്ടമാർക്കാണ്? ആ നഷ്ടം കോൺഗ്രസിനും BJPക്കും അവരുടെ നേതാക്കൾക്കും മാത്രമാണ്. കേരളത്തിൽ നേട്ടമുണ്ടാവുന്നു, ആ നേട്ടമാണ് ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരു സ്പിരിറ്റ് കമ്പനിക്ക് വേണ്ടി, ഒരു സ്പിരിറ്റ് കമ്പനിക്ക് വേണ്ടി എന്നുള്ളതല്ല പ്രശ്നം. പാലക്കാട്ടെ കേരളത്തെ 2000-ലധികം വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നു ആ സ്ഥാപനം വരുമ്പോൾ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ആ സ്ഥാപനം വരുമ്പോൾ കേരളത്തെ നിങ്ങളുടെ സഹായത്തോടു കൂടി, അതായത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി നികുതി വരുമാനം നഷ്ടത്തിലാക്കി, പ്രശ്നത്തിലാക്കി, ഗ്രാന്റ് കുറച്ച്, വായ്പാ പരിധി വെട്ടിക്കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കേരളത്തെക്കുറിച്ച് വായി തുറക്കാത്ത 19ഉം 18ഉം എംപിമാരാണ് കഴിഞ്ഞ 11 കൊല്ലമായി ഈ പാർലമെന്റിൽ കേരളത്തെ പ്രതികരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ കേരളത്തിന്റെ സർക്കാരിന്റെ മികവ് കൊണ്ട് ആഭ്യന്തര വരുമാനം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം കമ്പനികൾ വരുമ്പോൾ കോൺഗ്രസും BJPയും ഒരുപോലെ എതിർക്കുമ്പോൾ കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഇടതുപക്ഷം എന്ന നിലയിൽ, ഗവൺമെന്റ് എന്ന നിലയിൽ അതിനെ പിന്തുണയ്ക്കേണ്ടത്, സഹായിക്കേണ്ടത് ഇന്നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നമാണ്. അതാ പ്രശ്നേ. അവിടെ ജോലി കിട്ടുന്ന സാധാരണക്കാരന്റെ പ്രശ്നം, അതിന്റെ വരുമാനം ഈ കേരളത്തിലെ സാധാരണക്കാരന് പെൻഷനായി പോകുന്നതാണ്. ഇന്നാട്ടിലെ സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷനായി വരുന്നത് ഇത്തരം നികുതി വരുമാനമാണ്. ഈ സാധാരണക്കാരൻ ഒന്നും കിട്ടരുത്, സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടാക്കണമെന്ന കോൺഗ്രസിന്റെ BJPയുടെ ചിന്തക്കെതിരാണ് ഞങ്ങളുടെ പ്രശ്നം. എലപ്പുള്ളിയിലെ വെള്ളത്തിന്റെ പ്രശ്നമാണ് നിങ്ങൾ പറഞ്ഞു, ഇന്ന പ്രശ്നമാണ്, അത് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. വ്യവസായം ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതിന്റെ ഉത്തരം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യം. വ്യവസായം വരണ്ട എന്നാണോ? അല്ല ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണ്ടെന്നാണോ? ആ സാധനം വരുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? അഴിമതിയാണോ? എങ്കിൽ നിങ്ങൾ അത് പറയൂ. ഇത് പറയാതെ ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണം കൊണ്ടുവരുന്നത് കേരളത്തെ തകർക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇതാ കോൺഗ്രസിലെ നേതാക്കളുടെ ഡിസ്റ്റിലറിയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ടാണെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ വാങ്ങിച്ചു വരുത്തിക്കോളൂ, എന്നാലും ഇവിടെ ഇത് വേണ്ട എന്നുള്ള ഒരു തരം വാദം. ഈ പറഞ്ഞതുപോലെ കേരളത്തിന് ഒരു അല്പമെങ്കിലും ചില കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ കേരളത്തിൻ്റെതായ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന്? VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ അത്തരത്തിൽ ചിന്തിക്കാത്തവരാണെന്ന് കരുതാൻ പറ്റുമോ? ലാലെ, നികേഷ് അരവിന്ദ് അദ്ദേഹം പറഞ്ഞത് വളരെ ഞാൻ ആസ്വദിച്ച് കേൾക്കായിരുന്നു. കാരണം അദ്ദേഹത്തിന് നന്നായിട്ട് വർത്തമാനം പറയുന്നറിയാം. ടെലിവിഷൻ ചാനലിൽ വന്ന് അതിമനോഹരമായിട്ട് നല്ല ശബ്ദ വിന്യാസത്തോടു കൂടി സംസാരിക്കാൻ അറിയാം. അത് ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം എന്തൊക്കെ എതിര് പറഞ്ഞാലും, പക്ഷേ ആ പറഞ്ഞതിൽ വികലമായ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. അതിനകത്ത് വൈകല്യങ്ങളുണ്ട്. ആ വൈകല്യങ്ങൾ എടുത്തു പറയാൻ ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടിയും എല്ലാ ബഹുമാനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞതിൽ പല അബദ്ധങ്ങളുണ്ട്. ഒരു കോൺഗ്രസ് നേതാവ് പറയരുതാത്ത കാര്യമുണ്ട്. കേരളത്തിൽ ഒരു ഒരു ധനകാര്യമന്ത്രി ഭരിച്ചിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991 PV നരസിംഹറാവു എന്ന കോൺഗ്രസ്സുകാരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചരിത്രം കുറിച്ച് തിരുത്തി എഴുതിയ ഒരു ബജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചു. സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്നുകൊണ്ട്, സ്വകാര്യ നിക്ഷേപകരെ സ്വീകരിച്ചുകൊണ്ട്, ഗവൺമെൻറ്റിൻ്റെ ചുവപ്പ് നാടകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അതിഗംഭീരമായ ഒരു ലൈസൻസ് രാജിന് അവസാനം കുറിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ചരിത്രപ്രസിദ്ധമായ ബജറ്റ്. അന്നു മുതലാണ് ഇന്ത്യ മഹാരാജ്യത്ത് സ്വകാര്യ സംരംഭങ്ങൾ ആർത്തുല്ലസിച്ച് വന്ന് പൂത്തുലഞ്ഞത്. അറിയാമല്ലോ, ഒരു ഭരണാധികാരി ഓർക്കണം, ഇതറിയണം. ഒരുപക്ഷേ അങ്ങേക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഭരണാധികാരികൾ നോക്കേണ്ടത് സ്വന്തം നാട്ടിൽ സംരംഭങ്ങൾ കൊണ്ടുവരാനാണ്. സ്വകാര്യ സംരംഭങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഏത് ഭരണാധികാരിയുടെയും, ട്രംപ് ആവട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ, മുൻ മുഖ്യമന്ത്രിമാരായ AK ആൻ്റണി ആവട്ടെ, ഉമ്മൻചാണ്ടി ആവട്ടെ, ഏത് പാർട്ടിയാണെങ്കിലും അവരുടെയൊക്കെ പ്രഥമവും പ്രധാനവുമായ കടമ എന്ന് പറയുന്നത് നാട്ടിൽ വ്യവസായങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ വളർത്തുക എന്നുള്ളതാണ്. നരേന്ദ്രമോദിയും അതുതന്നെയാണ് ചെയ്യുന്നത്. രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നരേന്ദ്രമോദി ആണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിമാരാണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിലേക്ക് വ്യവസായങ്ങൾ, കച്ചവടങ്ങൾ, ബിസിനസ് കൊണ്ടുവരാനാണ്. അതുതന്നെയാണ് ട്രംപ് ചെയ്യുന്നത്. അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ട്രംപ് അതുതന്നെയാണ് ചെയ്യുന്നത്. ലോക രാജ്യങ്ങളിൽ സ്വന്തം രാജ്യത്തിൻ്റെ ബിസിനസ് വളർത്തുക, ബിസിനസ് വർദ്ധിപ്പിക്കുക. ചൈനക്കാരൻ്റെ അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് 10% ഞാൻ നികുതി കൊടുക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എന്താണ്? ബിസിനസ് താല്പര്യമാണ്.
ഒരു രാജ്യത്തിൻ്റെ ബിസിനസ് താല്പര്യം, ഒരു ജനതയുടെ ബിസിനസ് താല്പര്യം അത് ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണാധികാരിയാണ്. അത് ഓർക്കണം. ഇത് വ്യവസായം സ്വകാര്യമെന്നോ പൊതുമേഖല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, പൊതുമേഖല സർക്കാർ എന്തിനാ മദ്യക്കമ്പനി നടത്തുന്നേ? വല്ല കാര്യമുണ്ടോ? അത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്ക്. അത് ഈ നേരത്തെയുള്ള ഫാക്ടറിയൊക്കെ ഉണ്ട്, ജവാൻ റമ്മോ എന്നൊക്കെ പറയുന്നത്, ജവാൻ റമ്മോ ബ്രാൻഡിയോ ഏതാണ്ടൊക്കെയുണ്ട് ഗവൺമെൻറ് ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പം പൂട്ടി. അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കുറ്റമാണെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ ഒരു സ്വകാര്യ സ്ഥാപനം മദ്യമുണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അതിനെന്തിനാ എതിർ നിൽക്കുന്നത്? എന്തിനാ? എന്ത് ന്യായം പറഞ്ഞിട്ട് എതിർ നിൽക്കും? അവർ സ്വകാര്യ കമ്പനി ആയതുകൊണ്ടാണോ? വെള്ളത്തിൻ്റെ കാര്യമാണോ? ഈ മഴവെള്ളം ഉണ്ടല്ലോ, ഈ മഴവെള്ളം, നമ്മുടെ കുടിവെള്ളം കേരളത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത്രയേറെ നദികളിലൂടെ ഒഴുകുന്ന വെള്ളം ഇതെങ്ങോട്ടാ പോകുന്നത്? അറബിക്കടലിലേക്ക് ഒഴുകുകയാണ്. അതിനെ ഉപയോഗിച്ചില്ലെങ്കിലുണ്ടല്ലോ നേരെ അറബിക്കടലിൽ പോയി അറബിക്കടലിലോട്ട് ചേരും. അതാണ്, അറബിക്കടലിലേക്ക് ഒഴുകുന്ന വെള്ളമാണോ പ്രശ്നമാക്കുന്നത്? അതിൻ്റെ പേരിലാണോ ഈ വ്യവസായത്തെ, ഈ ബിസിനസ്സിനെ തകർക്കാൻ ശ്രമിക്കുന്നത്? പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കണം. ഞാനിപ്പോഴും പറയുന്നു, ഒരു ബിസിനസ് സ്ഥാപനം അവരിങ്ങോട്ട് വരുമ്പോൾ ഏത് ഗവൺമെൻറ്റും ഏത് ഭരണാധികാരിയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഏത് ജനതയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. നാളെ നിജേഷ് കോൺഗ്രസും അധികാരത്തിൽ വരും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും ഇവിടെ ഭരിക്കും. അപ്പോഴും നമ്മളിതൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ഭരിക്കുന്നവർ ആരാണെങ്കിലും, ഏത് ഭരണാധികാരിയാണെങ്കിലും, ഏത് ബിസിനസ് വന്നാലും അതിനെ കൈനീട്ടി സ്വീകരിക്കണം. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് തൊഴിലുണ്ടാക്കാനുള്ളതാണ്, ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയുള്ളതാണ്, നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ കാര്യം ഓർക്കണം, മറക്കരുത്. നിജേഷ് അരവിന്ദ്, ഭൂഗർഭജലമല്ല, അവിടെ കുടിവെള്ളമായി കൊടുക്കുന്ന ജലത്തിൻ്റെ വിഹിതം എടുത്ത് കൊടുക്കുന്നതിന് ഒരിക്കലും താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മന്ത്രിയാണ് MP രാജേഷ്. അതൊന്നും അല്ല ഈ പ്രോജക്റ്റിലുമുള്ളത്. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ടല്ലോ, ഈ ഒഴുകുന്ന വെള്ളം, അറബിക്കടലിലേക്ക് ഒഴുകുന്ന വെള്ളമുണ്ട്. ആ വെള്ളം നിങ്ങൾ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഭരിച്ചപ്പോൾ തടഞ്ഞു നിർത്തിയോ? ഇവിടെ ജനങ്ങൾക്ക് കുടിവെള്ളമായി കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചോ? ഇല്ലല്ലോ. ആ വെള്ളം ഏതെങ്കിലും കമ്പനി ഒരു പ്രോജക്റ്റായി അവതരിപ്പിച്ച് ഈ രീതിയിൽ സംസ്ഥാനത്തിന് ഗുണകരമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇനി ബാക്കി പല കടമ്പകളുമുണ്ട്. അത് കടന്ന് അവിടെ എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ അതിന് മുൻപ് തന്നെ അതൊന്നും അന്വേഷിക്കാതെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ഓരോ പ്രോജക്റ്റുകളെയും എതിർക്കാൻ ശ്രമിക്കുന്നത്, നേരത്തെ TM ശശി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ രീതിയിൽ കേരളം സ്വയം വരുമാനമുണ്ടാക്കി ഈ ജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനും മറ്റ് വാഗ്ദാനങ്ങളുമൊക്കെ കൊടുത്ത് പിണറായി വിജയൻ വീണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് അടുത്ത തവണയും എത്തുമോ എന്നുള്ളത് പേടിച്ചിട്ടാണോ? എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണെന്ന്. ഒരുപാട് തവണ കൈരളി ചാനൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് എങ്കിലും കൈരളി ചാനലിലൂടെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ വാക്കുകൾ എന്നെ സുഖിപ്പിച്ചിട്ടുണ്ട്. അത് എന്നെ പറ്റി പറഞ്ഞതല്ല. എൻ്റെ പ്രീ ഡിഗ്രി പഠനകാലം 91 മുതലാണ്. 91 മുതൽ ഏകദേശം 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ SFIയുടെ നേതാക്കന്മാരും DYFIയുടെ നേതാക്കന്മാരും നിരന്തരം ആക്രമിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നയങ്ങളെ നന്നാക്കി കൈരളിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞ വാക്കുകളിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ ആദ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ പറഞ്ഞതിലെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ താങ്കൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരാണ് എന്നല്ല. ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി പൊതുമേഖലാ സ്ഥാപനത്തിനോട് വാദിക്കുന്നതിനേക്കാളും ശക്തമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വാദിച്ചു എന്നതിലാണ്. തകർക്കപ്പെട്ട ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അതിനോടേക്കാൾ വാശിയോടുകൂടി ഇതിന് വേണ്ടി വാദിക്കുന്ന ആ വാദം കേട്ടപ്പോഴാണ് ഞാനത് പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്റെ ചുറ്റും ഒരു കൗതുകമുണ്ട്. താങ്കൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ വാദിക്കുന്നതിനേക്കാൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇങ്ങനെ ആയിരിക്കണം, കമ്മ്യൂണിസം ഇവിടെ ഇങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് താങ്കളും വാദിക്കുന്നത് ഞാൻ കേട്ടു. അത് നല്ല കൗതുകമായിരുന്നു. തീർച്ചയായിട്ടും. രണ്ടാമത്തെ കാര്യം ശ്രീലാൽ, ഇപ്പൊ ഞാൻ പൂട്ടിക്കിടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പൊ കോഴിക്കോട്ട് ശ്രീ ജേക്കബ് ജോർജ് എപ്പോഴെങ്കിലും കടന്നു വരികയാണ് എങ്കിൽ കോഴിക്കോട് നഗരം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് രാമനാട്ടുകര കഴിഞ്ഞ് മീൻചന്ത എത്തുമ്പോൾ ഇടതുഭാഗത്താണ് സ്റ്റീൽ കോംപ്ലക്സ് എന്ന് പറയുന്ന 100 കണക്കിന് ഏക്കർ സ്ഥലത്തുള്ള ബിൽഡിംഗ് പൂട്ടിക്കിടക്കുന്നത് കാണുക. അതിന് വലതുഭാഗത്ത് സ്വകാര്യ മുതലാളിയുടെ ഒരു PK സ്റ്റീൽസ് തുറന്ന് പ്രവർത്തിക്കുന്നത് കാണാം. ഒരേ സാധനമാണ് രണ്ടിടത്തും ഉൽപ്പാദിപ്പിക്കുന്നത്, ഒരേ സ്ഥാപനമാണ് രണ്ടിടത്തും ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നമ്മുടെ സംരംഭമായ
സ്റ്റീൽ കോംപ്ലക്സ് പൂട്ടിയത്, തൊട്ടപ്പുറത്തുള്ള പ്രൈവറ്റ് എങ്ങനെ തുറക്കപ്പെട്ടു, വെറുതെ ഒന്ന് നമുക്ക് അന്വേഷിക്കാം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കേരള സോപ്സ് പൂട്ടിക്കിടക്കുന്നു, വലതുഭാഗത്ത് സ്വകാര്യ സോപ്പ് കമ്പനികൾ തുറന്നിരിക്കുന്നു. വീണ്ടും പോയാൽ തിരുവണ്ണൂർ കോട്ടൻമൂലിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന സർക്കാർ സ്ഥാപനം കാണുന്നു, ഇപ്പുറത്ത് സ്വകാര്യ മില്ലുകൾ തുറന്നു കാണുന്നു. കുന്നത്ര ടെക്സ്റ്റൈൽസ് കാലങ്ങളായി പൂട്ടിക്കിടക്കുന്നു. എന്തുകൊണ്ടാണ്? സ്വകാര്യ മേഖലയിലെ വ്യവസായങ്ങൾ തുറക്കുകയും സർക്കാർ മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങൾ അടയുകയും ചെയ്യുക എന്ന ലളിതമായ ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. രണ്ടാമത് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിനോട് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾക്ക് വരണം, പക്ഷെ വരുന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞതുപോലെ ഒരു പൊതു പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ദരിദ്രന്റെ മുഖം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. Yes. എലപ്പുള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട് ജില്ലയിലെ നെല്ലറ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ജലസേചന സൗകര്യം വേണം. നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശമാണ് പാലക്കാട്. മലമ്പുഴ ഡാമിൽ തടഞ്ഞു നിർത്തിയ വെള്ളമാണ് ഒരു പരിധിവരെ, അതൊരിക്കലും അറബിക്കടലിലേക്ക് ഒഴുക്കിവിടുന്ന വെള്ളമല്ല, ഒരു പരിധിവരെ ജലസേചനം നടത്തി പോകുന്നത്. അപ്പുറത്ത് ഷോളയാർ പഞ്ചായത്തിലെ ചെറിയ 5-6 ഡാമുകളാണ് ഈ ഭാഗത്ത് ചിറ്റൂർ ഉൾപ്പെടെയുള്ള, എലപ്പുള്ളി ഉൾപ്പെടെയുള്ള, കഞ്ചിക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ജലസേചന സൗകര്യം കൊടുക്കുന്നത്. അല്ല, ആ ജലമെടുത്താണ് ഇവിടെ ഈ പറയുന്ന ഇത്രയും എന്താണ് ENA ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഈ പ്രോജക്റ്റിലുണ്ടോ? താങ്കൾ അത് കണ്ടോ? ഈ ജലം മലമ്പുഴയിലെ ജലമൊക്കെ എടുത്തിട്ടാണ്. അല്ല, ഈ പ്രൊജക്ടിനകത്ത് ഇന്നലെ ശ്രീ MP രാജേഷ് പറഞ്ഞത് പാലക്കാട് നഗരത്തിന് വേണ്ടതിൽ 1.1% മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ്. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ കണക്കുമായിട്ട് അതിന് ചെറിയ ചേർന്ന് പോവാത്ത കണക്കൂടി, ഞാൻ കണക്കിലേക്ക് പോകുന്നില്ല, അതൊക്കെ നാളുകളിൽ വരട്ടെ. പക്ഷേ മലമ്പുഴ പദ്ധതിയുടെ വെള്ളം 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവൂ എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. 1 കുടിവെള്ളത്തിന്, 2 ജലസേചനത്തിന്. ഇതേ എലപ്പുള്ളി സാർ, ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം അധ്യക്ഷനായ ഒരു തീരുമാനമുണ്ടായിരുന്നല്ലോ, ഈ 10 MLD വെള്ളം കിൻഫ്രയ്ക്ക് കൊടുക്കാൻ മലമ്പുഴയിൽ നിന്നുള്ളത്. അത് എന്താണ്? കിൻഫ്രയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ സമയത്താണ് ചില ആളുകൾ കോടതിയിൽ പോയത്. കോടതിയുടെ ഉത്തരവാണ് വന്നിരിക്കുന്നത് 2 കാര്യങ്ങൾ. അതെ, അപ്പൊ കോടതി പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം, അത് കോടതിയിൽ വാദിക്കട്ടെ. അത് കോടതി പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ഈ സർക്കാർ തീരുമാനം എടുക്കുന്നത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കോടതി പറഞ്ഞതിനെ ലംഘിച്ചുകൊണ്ട് സർക്കാർ തീരുമാനിക്കുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എല്ലാ ബഹുമാനത്തോടു കൂടി പറയട്ടെ, സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തു എന്നുള്ള വിശ്വാസക്കാരനല്ല ഞാനുള്ളത്. സർക്കാർ കാരണം നമ്മുടെ പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്ത് കാണിച്ചു കൂട്ടിയ ചെറിയൊരു കാര്യങ്ങളാണ്. ഇൻ പ്രിൻസിപ്പിൾ എന്ന് താങ്കൾ തന്നെ പലവട്ടം പറഞ്ഞപ്പോൾ ഇതൊരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ഒരു പ്രൊജക്റ്റാണ്. പിന്നെ ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ നമുക്ക് അവിടെ ഒരു സംശയമുള്ളതുകൊണ്ടാണ് ശശി ഈ കാര്യത്തിൽ ഒരു മറുപടി വേണം. ഇപ്പൊ ഈ മലമ്പുഴയിൽ നിന്ന് വെള്ളമെല്ലാം എടുത്ത് ഈ കമ്പനിക്ക് കൊടുക്കാൻ പോവുകയാണോ? കോടതി വിധിയുള്ളതിനെ നിങ്ങൾ ലംഘിക്കുകയാണോ? രണ്ട് കാര്യത്തിന് അദ്ദേഹത്തിന് വ്യക്തത വരുത്തി കൊടുക്കാനുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ 2 കാര്യത്തിൽ വ്യക്തത വരുത്തണം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് മലമ്പുഴ ഡാമിലെ വെള്ളമാണ് പാലക്കാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എടുക്കുന്നത്, അതിൽ നിന്ന് വേറെ വ്യവസായത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, മലമ്പുഴ ഡാമിന്റെ സംഭരണ ശേഷിയുടെ ആ സംഭരണത്തിന്റെ കേവലം 13% മാത്രമാണ് മുനിസിപ്പാലിറ്റിക്ക്, പിരായിരി പഞ്ചായത്തിനും മരുതറോഡ് പഞ്ചായത്തിനും ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന, കുടിവെള്ളത്തിനും അതുപോലെ തന്നെ കൃഷി ആവശ്യത്തിനും കൂടി എടുത്തു കഴിഞ്ഞാൽ, ഒരു വർഷത്തിൽ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ മലമ്പുഴ ഡാമിന്റെ സംഭരണ 13.1% മാത്രമേ വരുന്നുള്ളൂ എന്നത് ആദ്യം മനസ്സിലാക്കുക. ബാക്കി മുഴുവൻ വെള്ളവും അടുത്ത തവണയും വന്നു വെക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും, മലമ്പുഴ എന്നത് മഴവെള്ളം തുടങ്ങി ഏറെക്കുറെ ഒരു 15-20 മാസം കഴിയുമ്പോൾ തുറന്നു വിടുന്ന എന്താ വിഷയം വെച്ചാൽ അതിന്റെ സംഭരണിയിൽ നമുക്ക് ആവശ്യത്തിലധികം അവിടെ ഉള്ളതാണ്. ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞ തെറ്റായൊരു വാദം തിരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്, ആ വെള്ളം തികയാതെ വന്നിട്ടേ ഇല്ല. കഴിഞ്ഞ 10 കൊല്ലത്തെ ചരിത്രം എടുത്താൽ മതി. കഴിഞ്ഞ 10 കൊല്ലം, ഞാൻ പാലക്കാടുള്ള ആളാണല്ലോ, അദ്ദേഹം കോഴിക്കോട് ഇരിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് എനിക്ക് അതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തത എനിക്ക് പാലക്കാട് കിട്ടുന്നതുകൊണ്ട് ഞാൻ പറയാണ്, മലമ്പുഴ വെള്ളത്തിലെ ക്ഷാമമില്ല എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞൊരു വേറെ വിരോധാഭാസം എന്താ അറിയോ? ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവുണ്ട്, അവിടെ കുടിവെള്ളത്തിനും ജലസേചനത്തിനും അല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം വളരെ വടിവത്ത ഭാഷയിൽ ശ്രീ ജേക്കബ് ജോ പറഞ്ഞ പോലെ വളരെ രസകരമായി പറഞ്ഞു വെക്കുന്നത്. കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു വാദം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ 2011 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് കിൻഫ്രയ്ക്ക്, ഈ പാലക്കാട്ട് കഞ്ചക്കോട്ടുള്ള കിൻഫ്രയ്ക്ക് ഒരു ദിവസം 10 ദശലക്ഷം
വെള്ളം കൊടുക്കണമെന്ന് ധാരണയുണ്ടാക്കിയത് 2011 അധ്യക്ഷതയിൽ യോഗത്തിലാണ്. അത് കൊടുക്കാൻ തുടങ്ങിയത് 2015 മുതൽ. ആ പണി ഇപ്പോഴും പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല. പൂർണ്ണതോതിൽ എത്തിക്കുന്നതിന് വേണ്ടി 30 കോടി ചെലവഴിച്ച് കിൻഫ്ര ഇപ്പോ അവിടെ പൈപ്പിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ രണ്ട് വാദവും തെറ്റാണ്. അദ്ദേഹം അതാ പറഞ്ഞു. അവർ ആദ്യം മുതൽ പറയുന്നത് മുഴുവൻ ലാലെ ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ഓരോ തവണ പറയുന്നതും യാഥാർത്ഥ്യമില്ല, ഒരു ബന്ധമില്ല. അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഇങ്ങനെയുള്ള പദ്ധതികൾ കേരളത്തിൽ വരരുതെന്ന് മാത്രമാണ്. മലമ്പുഴയിൽ എന്തെങ്കിലും കാലത്ത് മലമ്പുഴയിൽ വെള്ളം പറ്റിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ വെറും വാദത്തിന് വേണ്ടി നുണ പറഞ്ഞു വെക്കുക, ഒരു കാര്യമില്ല. അതെ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. നിജേഷ് അരവിന്ദ്, താങ്കൾ കുറച്ച് മുമ്പ് പറഞ്ഞ ആ കാര്യത്തിൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കിൻഫ്രയിൽ ഇപ്പോഴും കിൻഫ്ര എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. ആ ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നത് യാതൊരു കുഴപ്പമില്ല. അത് ഉമ്മൻചാണ്ടി അധ്യക്ഷനായ സമിതിയുടെ തീരുമാനവും കൂടിയാണ് എന്നുള്ളതും കൂടി നിൽക്കുകയാണ്. അവിടെയാണ് താങ്കൾ ഇപ്പോൾ നേരത്തെ ഒരു വിഖണ്ഡവാദം എന്നെ പറയേണ്ടി വരും, ആ കോടതി ഉത്തരവൊക്കെ ചൂണ്ടിക്കാട്ടിയത്. നിജേഷ് അരവിന്ദ്, താങ്കൾ മറുപടി പറയും. ഞാൻ നേരത്തെ മുതൽ പറഞ്ഞ കാര്യങ്ങളാണ് ആവർത്തിക്കുന്നത്. കേരളത്തിലൊരു വ്യവസായം വരുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഇത് വന്ന വഴിയും ഇതിന്റെ പ്രവർത്തനത്തിലും സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് കേരളത്തിലെ മന്ത്രിസഭയാണ്. ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കോൺഗ്രസിന് മാത്രം തന്നാൽ പോരാ. ഇന്ന് എതിരഭിപ്രായം പറഞ്ഞ CPIക്കും RJDക്കും ഒക്കെ കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഈ ചർച്ചയിലേക്ക് അവരുടെ പ്രതികളെ കൂടി വിളിച്ചാൽ നമ്മുടെ ചർച്ച കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഹൈക്കോടതി വിധി നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ ഒരു വിധി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചാൽ മതിയല്ലോ. രണ്ട്, അങ്ങനെയൊരു പ്രൊജക്റ്റിൽ എലപ്പുള്ളിയിലെ ജനത അതിനെതിരാണ്. പിന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ നിജേഷ് ഞാൻ ചോദിക്കട്ടെ, ഈ വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കാതെ ഒരു സംസ്ഥാനത്തിന് വികസനം കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങളൊക്കെ ഭരണത്തിൽ വന്നാൽ പോലും ഇതൊക്കെ സാധിക്കുമോ? ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അതിനെ എതിർക്കണ്ടേ? തീർച്ചയായിട്ടും പറയുന്നു. ഈ 26 ഏക്കർ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വരൾച്ചയുള്ള സ്ഥലത്ത്, മഴവെള്ളം കുറഞ്ഞ സ്ഥലത്ത്, സൂര്യാഘാതം ഉള്ള സ്ഥലത്ത്, കൃഷിയുള്ള ഇടത്ത് ഈ ഭൂമി മറ്റൊരാവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് വാങ്ങിക്കൂട്ടിയിട്ട് മദ്യക്കച്ചവടത്തിലേക്ക് തിരിച്ചുവിട്ട കമ്പനിയുടെ ലക്ഷ്യം, കമ്പനിയുടെ ഇതുവരെ ഇതൊക്കെ തെളിയിക്കാനുള്ള തെളിവുണ്ടോ? നിങ്ങൾ പറയുന്നുണ്ട്, തെളിയിക്കാൻ തെളിവുണ്ടോ? തീർച്ചയായിട്ടും തെളിയിക്കേണ്ടിടത്ത് അത് തെളിയിക്കും. നമ്മളൊക്കെ എല്ലാ തെളിയിക്കേണ്ട ഇടം ഇനി വേറെ എവിടെയാണ് എനിക്ക് മനസ്സിലാവില്ല. TM ശശി, താങ്കളുടെ ഒരു 1.5 മിനിറ്റിലേക്ക് പോവുകയാണ്. ഇതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ അവരിപ്പോൾ ഒരു ബലം പിടിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ പക്ഷത്തുള്ളവർക്ക് തന്നെ ചെറിയ സംശയങ്ങളുണ്ടല്ലോ, നിങ്ങൾ അത് തീർത്തോളൂ എന്നാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ്സിന് പറഞ്ഞ് മടുത്തു, അവർ ഓരോരോ വാദങ്ങളായി വന്നു. ഇനി നിങ്ങളുടെ പക്ഷത്ത് തീർക്കാനായിട്ട് അവരെയും കൂടെ ചാനലിലേക്ക് വിളിക്കൂ എന്നാണ് നിജേഷ് അരവിന്ദിൻ്റെ ഒരു ആഗ്രഹം. അദ്ദേഹം പറയുന്നത് ചില പത്രങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും വാർത്ത കണ്ടിട്ടാണ് LDFിലെ ചില കക്ഷികൾക്ക് പോലും ഇത്തരം സംശയങ്ങളുണ്ടല്ലോ പരിഹരിക്കൂ എന്ന് പറയുന്നത്. അത്തരം ഒരു പ്രശ്നവും LDFിലെ കക്ഷികൾക്കില്ല. അവർ സ്വാഭാവികമായും അതിൽ ചില സംശയങ്ങളുണ്ടെങ്കിൽ അവർ പരിഹരിക്കാനുള്ള വേദിയിൽ അവർ പരിഹരിക്കുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്ന പ്രശ്നം, എലപ്പുള്ളി പഞ്ചായത്ത് വലിയ രീതിയിൽ പ്രതിസന്ധിയുള്ള സ്ഥലമാണ്, വരൾച്ച പ്രദേശമാണ്. അവിടെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. രണ്ട്, അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹം തിരുത്താൻ വേണ്ടി, ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, മലമ്പുഴ ഡാം മാത്രമല്ല 12 ഡാമുകൾ ഈ ജില്ലയിൽ മാത്രമുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മുടെ LDF സർക്കാർ മൂലത്തറ റെഗുലേറ്ററി നവീകരണം നടത്തിയതിനു ശേഷം എലപ്പുള്ളിയിലെ വെള്ളത്തിന്റെ ഭൂഗർഭ ജലത്തിന്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. അത് കണക്കുകൾ വെച്ച് പറയാൻ പറ്റും. ഇവിടെ തന്നെ ഇനി പറഞ്ഞ ഭൂഗർഭ ലഭ്യതയ്ക്ക് അപ്പുറത്തേക്ക് അവിടെ ഈ എലപ്പുള്ളി പഞ്ചായത്തിന്റെ അതിർത്തിയിലും വടകര പഞ്ചായത്തിന്റെ അതിർത്തിയിലുമുള്ളതാണ് അഹല്യ ക്യാമ്പസ്. നമുക്കറിയാം, 2 കോടി മഴവെള്ള സംഭരണം, ലിറ്റർ മഴവെള്ള സംഭരണം സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് അവിടെ 12ഓളം സംഭരണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത് ചെയ്യാൻ ഒരു പ്രശ്നമേ ഇല്ല. അപ്പൊ ഭൂഗർഭ ജലം ഉപയോഗിക്കുന്നതേ ഇല്ല. മഴവെള്ള സംഭരണം കൊണ്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. മലമ്പുഴ വെള്ളം ആവശ്യമെങ്കിൽ അതും എടുത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മലമ്പുഴ വെള്ളം ആവശ്യം വന്നില്ലെങ്കിൽ പോലും അവിടെ മഴവെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റും. മലമ്പുഴയിൽ പറ്റുന്നതാണ്, യാതൊരു പ്രശ്നവും അവിടെ ഇല്ല. പിന്നെ നമുക്കറിയാം, കഞ്ചിക്കോട് വ്യവസായ ഇടനാഴി വരാൻ വേണ്ടി പോവാണ്. അവിടെയും ഇതുപോലെ ധാരാളം പദ്ധതികൾ വരും. ധാരാളം പദ്ധതികൾ വരുമ്പോൾ പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, ജലവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അതിനാവശ്യമായ സംവിധാനങ്ങളെല്ലാം അതിപ്പോ സ്വകാര്യ കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അവരെല്ലാം ഈ ഇത്തരം വ്യവസായ സ്ഥലങ്ങളിൽ ക്ഷണിച്ച് ഈ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുക, നികുതി വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള ഏതൊരു മുന്നണിക്കും നിയമപരമായ പ്രശ്നമാണോ എന്നറിയില്ല. രാഷ്ട്രീയമാണെങ്കിൽ തന്നെ ചെയ്യുന്നത് എന്താണ്?
ചോദിക്കുകയാണ് ശ്രീ ജേക്കബ് ജോർജ്. ഈ കാടടച്ചുള്ള വെടിവെപ്പ്, അതല്ലെങ്കിൽ നമുക്കറിയാം ഈ മാങ്ങയൊക്കെ ഇങ്ങനെ മാവിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൾ കല്ലെടുത്തെറിയുന്നതിന് പകരം കമ്പെടുത്ത് എറിയും. ചിലപ്പോൾ ഉദ്ദേശിച്ച മാങ്ങ ഒരു അഞ്ചാമത്തെ എറിയിലെങ്കിലും വീണ് കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ അത്തരം ഒരു എറിയാണോ ഈ കാണുന്നത്? ലാലേ, ഇത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നിയമപ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. അത് രാഷ്ട്രീയമായിട്ട് തന്നെ രാഷ്ട്രീയ കക്ഷികളത് സംസാരിച്ചോളും, അത് അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമായിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് അഴിമതി ഉണ്ടായിരുന്നുവെങ്കിൽ, ഇതുപോലെയുള്ള എന്തെങ്കിലും മറ്റ് സാമൂഹിക പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പത്രമാധ്യമങ്ങളിലൂടെ അത് ഗംഭീരമായിട്ട് പുറത്ത് വന്നേനെ. അതിനുള്ള സമയം കഴിഞ്ഞ് നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ. അത് ഇതുവരെയും ആ വഴിക്ക് ഒരു നീക്കം കണ്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് കിൻഫ്രയ്ക്ക് പാലക്കാട്ട് തന്നെ ഒരു മഴ സംഭരണിയുണ്ട് 5 ഏക്കർ സ്ഥലത്ത് എന്നാണ് എൻ്റെ അറിവ്. അവിടെ നല്ലതുപോലെ വെള്ളം ഉൽപ്പാദിപ്പിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, അതുപോലും ഉപയോഗിക്കുന്നുണ്ട് പല വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും. വെള്ളം ഒരു പ്രശ്നമാണെങ്കിൽ, പുള്ളിക്കാർക്ക് വെള്ളം ഒരു പ്രശ്നമാണെങ്കിൽ, അവിടെ ചേർത്തലക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോരാൻ. ആര്? ബി ഡി ജെ എസ് എന്ന പാർട്ടി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങോട്ട് പോരാൻ മദ്യ കമ്പനി, ഞങ്ങൾ നോക്കിക്കൊള്ളാവുന്ന ചേർത്തലയിൽ പോരാൻ പറയുന്നു. ഇവിടെ ഞാൻ താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ലോകത്ത് വലിയ മുന്തിയ വിദേശമദ്യം ഉണ്ടാക്കുന്നതിന് നല്ല വെള്ളം വേണം. നല്ല കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. ഇപ്പോൾ ജോണിലെ ഒരു മലയാളി ഉണ്ടല്ലോ, കർണാടകയിൽ പോയി വലിയ മദ്യം ഉണ്ടാക്കി ലോകം മുഴുവൻ വിൽക്കുന്ന സിംഗിൾ മാൾട്ട് വിസ്കിയൊക്കെ വിൽക്കുന്ന ആളുണ്ട്, പോൾ ജോൺ എന്ന് പറയുന്ന മലയാളിയാണ്. അദ്ദേഹത്തെയൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നാൽ, പത്തനംതിട്ട കൊണ്ടുവന്നാൽ നല്ല സാഹചര്യം ഇവിടെ ഉണ്ട്. ഞാൻ ഇരിക്കുന്ന കോയിപ്പുറം പഞ്ചായത്താണ്, ഇവിടെയും നല്ല സാഹചര്യങ്ങളുണ്ട് എന്നിപ്പോൾ പറയുകയാണ്. അപ്പോൾ ബി ഡി ജെ എസിന്റെ ചേർത്തല വാഗ്ദാനത്തിനപ്പുറം ജേക്കബ് ജോർജ് വക ഇപ്പോൾ പത്തനംതിട്ടയിലേക്കും ഒരു ക്ഷണം എത്തിയിരിക്കുകയാണ്. പാലക്കാട്ടുകാർക്ക് നഷ്ടപ്പെടുമോ, എലപ്പുള്ളിക്ക് നഷ്ടപ്പെടുമോ ഈ പറയുന്ന സ്പിരിറ്റ് നിർമ്മാണ കമ്പനി? അതോ ഈ കാര്യത്തിൽ ജനം വേറെയാണ് ചിന്തിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി സർക്കാർ മുന്നോട്ട് പോകുമോ? ഒറ്റപ്പെടുന്നത് പ്രതിപക്ഷമാകുമോ? കേരള വിരുദ്ധരാണോ പ്രതിപക്ഷം? തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ ടി എം ശശി, ഒപ്പം നിജേഷ് അരവിന്ദ്, ജേക്കബ് ജോർജ്. ന്യൂസ് അവസാനിക്കുന്നു.